بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا وحبيبنا ومولانا وهادينا محمدا صلى الله عليه وسلم عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم رب تقبل دعوتي واغسل حوبتي وسدد لساني أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله العلي العظيم وقال سيدنا ومولانا محمد صلى الله عليه وسلم من يعش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين تمسكوا بها وعضوا عليها بالنواجذ يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك يا مالكي كن شافئي في فاقتي إني فقير في الورى لغناك يا أكرم الثقلين يا كنز الورى جدلي بجودك فرضني برضاك أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك സമാദരണീയരായ പണ്ഡിത ശ്രേഷ്ഠർ, ബഹുമാനപ്പെട്ട വന്യഗുരു അബ്ദുർ റസാഖ് ദാരിമി ഉസ്താദ് അവർകളെ, വേദിയിൽ ഭൂയിഷ്ഠരായ മഹാന്മാരായ ഉസ്താദ്മാർ, പാലോട്ടുപള്ളി റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീന്റെ അഭിവന്യരായ നേതാക്കൾ, ഈ മഹത്തായ സമ്മേളനത്തിൽ സന്നിഹിതരായ ഉമറാക്കൾ, സഹോദര സഹോദരിമാർ,
പാലോട്ട് പള്ളി റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ സംഘടിപ്പിച്ച സുന്നി ആദർശ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെഷനിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. പ്രധാനമായ ഒരു വിഷയം തബ്ലീഗ് ജമാഅത്ത് എന്ന കേരളത്തിലും കേരളത്തിന് വെളിയിലും ഇന്ത്യ രാഷ്ട്രത്തിന് പുറത്ത് വരെ പല രാജ്യങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു പഠനം, എന്താണ് ആ പ്രസ്ഥാനത്തിന്റെ ഇസ്ലാമികമായ നിലപാടുകൾ, അത് ചർവണം നടത്താനാണ്. അതിനെ സംബന്ധിച്ചുള്ള സംശയ ദൂരീകരണത്തിനുള്ള അവസരത്തോടൊപ്പം ഈ ഒരു പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 1925-ലും 26-ലുമായി മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളുടെ അവர்களுടെ നേതൃത്വത്തിൽ കേരളത്തിലെ മുടിചൂടാ മന്നന്മാരായ ആലിമീങ്ങളാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു പണ്ഡിത സഭ രൂപീകരിക്കുകയും കേരള മുസ്ലിമീങ്ങളുടെ എല്ലാ ദീനിയായ ഇസ്ലാമികപരമായ കാര്യങ്ങളിലും തീർപ്പ് കൽപ്പിക്കുന്ന അവസാന വാക്കായി കേരളത്തിൽ ഏതാണ്ട് 90 ആണ്ട് തികയുകയാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്. അതിനിടയിൽ കേരളത്തിൽ കടന്നു വന്ന പല പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചും ഇസ്ലാമികപരമായ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് പഠിക്കുകയും അതിന്റെ നിലപാടുകൾ, അതിനോട് വിട്ടുനിൽക്കേണ്ട അനിവാര്യത, അതുപോലെ അതിനെ പരിപോഷിക്കേണ്ട കാര്യങ്ങളെല്ലാം അതാത് സന്ദർഭങ്ങളിൽ സമൂഹത്തിന് വിവരണം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നത് സമസ്തയുടെ ഒരു ഉത്തരവാദിത്തമാണ്, ഒരു നയമാണ്. കേരള മുസ്ലിമീങ്ങളുടെ ഇടയിലേക്ക് ഏതാണ്ട് ചരിത്രത്തിലെ പ്രബലമായ വീക്ഷണപ്രകാരം മഹാന്മാരായ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധ ദീനെത്തുകയും പ്രചരിക്കുകയും പ്രചാരം നേടുകയും ചെയ്ത പൊന്നാനിയിലെ മഖ്ദൂമമാരൊക്കെ ഒരുപാട് കാലം നേതൃത്വം വഹിച്ച, വൈജ്ഞാനികമായി കൈരളിയെ പിടിച്ചുയർത്തിയ ഈ കേരളത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ഇസ്ലാമികപരമായി വളരെ സുഭദ്രമായ രീതിയിൽ മുന്നേറുന്നതിനിടയിൽ ആദർശപരമായ ചില അപശബ്ദങ്ങളാണ് സമസ്ത എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെടാൻ കാരണമായത്. അതിന്റെ നയവും നിലപാടും സത്യദീൻ, ആ ദീൻ ഇവിടെ സ്ഥാപിക്കണം, അതിനെ വികലമാക്കുന്ന ഏത് ശക്തികളെയും അവരുടെ ആശയ വൈകല്യങ്ങൾ പഠിച്ച് സമൂഹത്തിന് തുറന്നു കാണിക്കുകയും അങ്ങനെ പരിശുദ്ധ ദീൻ, നാലാലൊരു മദ്ഹബ് സ്വീകരിച്ച ഫിഖ്ഹും രണ്ടാലൊരു തരീഖത്ത് സ്വീകരിച്ച അഖീദയും ഇതിവിടെ നിലനിർത്താൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക എന്നതാണ് സമസ്തയുടെ നിലപാട്. അതിനിടയിൽ ഈ 90 വർഷങ്ങൾക്കിടയിൽ സമസ്തയുടെ മുമ്പിൽ കടന്നുവന്ന, കേരളത്തിലേക്ക് രംഗപ്രവേശം ചെയ്തൊരു പ്രസ്ഥാനമാണ് തബ്ലീഗ് ജമാഅത്ത്. തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് സമസ്തയുടെ മുമ്പിലേക്ക് ആളുകളുടെ അന്വേഷണം വരികയും മഹാനായ അല്ലാമ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദഹ കണ്ണിയത്ത് ഉസ്താദ് അവர்களுടെയും ബഹുമാനപ്പെട്ട സദഖത്തുള്ള മുസ്ലിയാരുടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാരെ പോലുള്ള പ്രഗത്ഭരായ ആളുകളുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരാണ് സമസ്തയുടെ ആലിമീങ്ങളുടെ മുമ്പിലേക്ക് ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് സമസ്ത പഠിക്കണം എന്നാവശ്യപ്പെടുകയും അങ്ങനെ സമഗ്രമായി സമസ്ത അതിനെപ്പറ്റി പഠിക്കുകയും വളരെ
പ്രാരംഭത്തിലുള്ള പഠനത്തിൽ തന്നെ തബ്ലീഗ് ജമാഅത്തിന് പഠിക്കൽ, ഏതൊരു പ്രസ്ഥാനവും പഠിക്കേണ്ടത് ആ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകർ അവർ വെച്ചു പുലർത്തുന്ന ആദർശങ്ങൾ, അതിലേക്കാണല്ലോ അതിലേക്കാണല്ലോ ആളുകളെ അവർ ക്ഷണിക്കുക. അപ്പൊ അവർ വെച്ചു പുലർത്തുന്ന ഇസ്ലാമികപരമായ കാഴ്ചപ്പാടുകൾ, ആദർശങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാൻ അതിന്റെ സ്ഥാപകർ, അതിന്റെ നേതാക്കൾ, അവർ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലി ആദരിച്ചു വരുന്ന അവരുടെ നേതാക്കൾ അവരുടെ ഗ്രന്ഥങ്ങൾ വെച്ച് പരിശോധിക്കുകയും സമഗ്രമായി പഠിക്കുകയും ആ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ സദഖത്തുള്ള മുസ്ലിയാർ ഒപ്പുവെച്ച തീരുമാനം സമസ്ത പാസാക്കി. കണ്ണിയത്ത് ഉസ്താദ് ഒപ്പുവെച്ചിട്ടില്ല ആ തീരുമാനത്തിന് എന്ന് പറയാം. അതിന് സമസ്ത അന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ മഹാനായ സദഖത്തുള്ള മുസ്ലിയാറാണ്, കണ്ണിയത്ത് ഉസ്താദ് അല്ല. പിന്നെ എങ്ങനെ മൂപ്പര് ഒപ്പുവെക്കുക? സമസ്തയുടെ 85ാം വാർഷികത്തിന്റെ സോവനീരിൽ പോലും ആ മിനിറ്റ്സ് അങ്ങനെ തന്നെ പകർത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായി പരിശോധിച്ച് നോക്കിയാൽ അറിയാം. ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പഠിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് കിട്ടിയ സസ്തുനിഷ്ഠമായ റിപ്പോർട്ട് സമൂഹത്തിൽ പറയാൻ സമസ്തയുടെ ആലിമീങ്ങൾ നിർബന്ധിതരാണ്. അതവരുടെ ധർമ്മമാണ്. എന്നാൽ സമസ്തയെ സംബന്ധിച്ചുള്ള, സമസ്തയുടെ തബ്ലീഗിനെ സംബന്ധിച്ചുള്ള പഠനത്തിൽ ധാരാളം ബിദ്അത്തിന്റെ ആശയങ്ങൾ, സുന്നത്ത് ജമാഅത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് വികലാശയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ധാരാളം സ്ഥലങ്ങളിൽ കാണിക്കുകയും കാണപ്പെടുകയും സമസ്ത സമൂഹത്തിന്റെ മുമ്പിൽ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാടുകളിൽ ചില പൊതുവയ്പ്പുകളുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, തബ്ലീഗ് ജമാഅത്ത് എന്നത് അതങ്ങനെ ഒരു ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ ഒരു സംവാദങ്ങളും സമ്പതിക്കലുകളും ഗണ്ണനങ്ങളും നടത്തുന്ന ഒരു പ്രസ്ഥാനമൊന്നുമല്ല. അവർ നിസ്കരിക്കണം, നോമ്പ് നോക്കണം, അള്ളാഹുവിനെ പറ്റി പറയണം എന്ന് മാത്രം, അത് മാത്രം ലക്ഷ്യം വെച്ച് ആരോടോ മറുപടി പറയാനോ ആരോടോ ചോദിക്കാനോ അല്ലെങ്കിൽ മുഖാമുഖം സംവാദം വേദികളിലൊന്നും ഇടപെടാതെ ഒരു സാമൂഹ്യ തിന്മകളൊന്നും ഒരിക്കലും വരാൻ സാഹചര്യമുള്ള മേഖലകളൊന്നും കടന്നുചെല്ലാതെ ഒറ്റക്കുള്ള ഒരു പ്രബോധനം നടത്തുന്ന ഒരു പ്രസ്ഥാനമല്ലേ, എന്തിനാണ് അവരെ കുറ്റം പറയുന്നത് എന്നൊക്കെ സമൂഹം ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അത് ശരിയല്ല. തബ്ലീഗ് ജമാഅത്തിന്റെ ചരിത്രത്തിൽ ഒരുപാട് സംവാദങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് ഗണ്ണനങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് എഴുത്തുകളും മറുപടികളും നടന്നിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഓരോ രേഖകളും അവരുടെ ഗ്രന്ഥങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ സാധാരണക്കാരായ ആളുകൾ ഇപ്പം 19ാം മൈലിലും മട്ടന്നൂരിലും പരിസരത്തൊക്കെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ തബ്ലീഗ് പ്രസ്ഥാനത്തിലുണ്ട്. ഞാൻ അവരെ ആക്ഷേപിക്കുന്നില്ല. അവര് ഈ വസ്തുതകളൊന്നും പഠിക്കാതെ ആഴത്തിൽ മനസ്സിലാക്കാതെ അവരതിൽ പെട്ടുപോയതാണ്. ഈ പ്രസംഗം, ഈ പ്രബോധനം, ജമിയത്തുൽ മുഅല്ലിമീൻ ഏറ്റെടുത്ത ഈ പ്രബോധനം അത്തരക്കാർക്ക് വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അവരെ തോൽപ്പിക്കാനോ അവരെ പരാജയപ്പെടുത്താനോ അവരെ വെല്ലുവിളിച്ച് ഇകഴ്ത്താനൊന്നും അല്ല. അതൊരു സ്വഭാവമല്ല, ആ രീതിയല്ല നമ്മൾ സ്വീകരിച്ചിട്ടുള്ളതും സ്വീകരിക്കുന്നുള്ളതും. മറിച്ച് സതുദ്ദേശം. എന്താണ് തബ്ലീഗ് ജമാഅത്തിന്റെ പ്രശ്നങ്ങൾ? അത് അറിയാതെ അതിൽ പെട്ടുപോയ നല്ലവരായ ആളുകൾ, 19ാം മൈലിലെ ധാരാളം ധർമ്മിഷ്ഠരായ ദീനീ സേവകരായ ദീനീ ഉത്ബുദ്ധതയും ചിന്തയുമുള്ള പലരും അറിയാതെ അതിന്റെ വൈകല്യങ്ങൾ അറിയാതെ പെട്ടുപോയവരാണ്. അവർക്ക് മാർഗം കാണിച്ചു കൊടുക്കണം എന്ന ഏക ലക്ഷ്യമേ ഈ ബഹുമാനപ്പെട്ട പാലോട്ടുപള്ളി റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീനും അതിന്റെ പ്രവർത്തകരായ ഉസ്താദുമാർക്കും അതിൽ സംബന്ധിച്ച നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഉദ്ദേശമുള്ളൂ. തബ്ലീഗ് ജമാഅത്തിൽ ഒരുപാട് ഒരിക്കലും സുന്നത്ത് ജമാഅത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത വൈകല്യങ്ങളുണ്ട്. ആ വൈകല്യങ്ങൾ ഓരോന്നും ഇവിടുന്ന് തുറന്നു പറയുകയാണ്. പഴയ കാലത്ത് സമസ്ത പഠിക്കുന്ന കാലം, അന്ന് മലയാളത്തിൽ അവർക്ക് പുസ്തകങ്ങളില്ല. അതുകൊണ്ട് ഉറുദുവിലാണ് അന്നത്തെ പുസ്തകങ്ങളൊക്കെ, സമസ്ത പഠിച്ച പുസ്തകങ്ങളൊക്കെ. ഏതാണ്ട് സമസ്ത കണ്ടെത്തിയ തീരുമാനങ്ങൾക്ക് നിദായമായ ഏതാണ്ട് പുസ്തകങ്ങളൊക്കെ, ഉറുദു പുസ്തകങ്ങളൊക്കെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 1-2 പുസ്തകങ്ങൾ ഒഴിച്ച് ബാക്കി സമസ്ത അന്ന് പറഞ്ഞ തീരുമാനങ്ങൾക്ക് ആധാരമായ എല്ലാ കാര്യങ്ങളുമുള്ള പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. അതിന് പുറമെ തബ്ലീഗ് ജമാഅത്ത് ഒന്നും കൂടി മുന്നോട്ട് വന്നു. മലയാളത്തിൽ അവർ ഖുർആൻ വ്യാഖ്യാനം എഴുതി. മആരിഫുൽ ഖുർആൻ എന്ന് പറയുന്ന 6ഓളം വാല്യമുള്ള മലയാളത്തിലെ ഖുർആൻ വ്യാഖ്യാനം ഉറുദുവിലേക്ക് എഴുതിയതിനു ശേഷം കേരളക്കാരനായ ഒരു പ്രഗത്ഭ തബ്ലീഗിന്റെ കോളേജിലെ പ്രിൻസിപ്പളായ ഹാഫിദ് അബ്ദുൽ കരീം മൗലവി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത പരിഭാഷ, 6ഓളം വാല്യമുള്ള പരിഭാഷ ഇവിടെയുണ്ട്. അതിനൊക്കെ പുറമെ വളരെ പ്രധാനമായ ഒരു വിവരം, ഈ അടുത്ത് കുറഞ്ഞ സമയം മാത്രമായി തബ്ലീഗ് ജമാഅത്ത് പുറത്തിറക്കിയ ഒരു പുസ്തകമാണിത്. വളരെ കട്ടിയുള്ള ഈ പുസ്തകം, 600-ലേറെ പേജുള്ള ഈ പുസ്തകം
ഈ പുസ്തകം ഒരുപാട് തബ്ലീഗിന്റെ നേതാക്കൾ, കൗസരിമാർ, അതുപോലെ അവരുടെ പ്രഗത്ഭരായ സ്ഥാപനങ്ങളിലെ അധ്യാപകരൊക്കെ ചേർന്നുകൊണ്ട് തയ്യാറാക്കിയ 600-ലേറെ പേജുള്ള മലയാളത്തിലുള്ള പുസ്തകം. ഇത് നിങ്ങൾക്കൊക്കെ വാങ്ങാൻ കിട്ടും. തബ്ലീഗുകാർക്ക് യഥേഷ്ടം ലഭ്യമാണ്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത ഇതെന്താ പറയുക, തബ്ലീഗ് ജമാഅത്ത് എന്തിന് എന്ന് വളരെ സ്പഷ്ടമായി വിവരിക്കുന്ന കേരള തബ്ലീഗ് ജമാഅത്തിന്റെ മുന്നണി പോരാളികളായ ആളുകൾ എഴുതുന്ന അവരുടെ ലേഖന സമാഹാരം, അവരുടെ എഡിറ്റോറിയലിലുള്ള പുസ്തകം എന്നൊക്കെ പരിചയപ്പെടുത്തുന്ന ഈ പുസ്തകം, ദേവബന്ദ് പണ്ഡിതർ നവോത്ഥാന ശില്പികൾ എന്ന പേരിലുള്ള പുസ്തകം. ഈ പുസ്തകങ്ങളിൽ ഇതൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ സമസ്തയുടെ ഇതിനെ സംബന്ധിച്ച് പഠിക്കുന്ന റിപ്പോർട്ട് നൽകുന്ന കാലഘട്ടത്തിലുള്ള അവരെന്തൊക്കെ അന്ന് ഉസ്താദുമാർ പറഞ്ഞോ ആ ആശയങ്ങളൊക്കെ ഇതിലുണ്ട് എന്ന് മാത്രമല്ല, അതിനേക്കാളും വളരെ മുന്നേറി വഹാബിസത്തിന്റെ തനി നിറം തബ്ലീഗ് ജമാഅത്തിന് ഈ പുസ്തകങ്ങളിൽ വളരെ വ്യക്തമായി ഇൻഷാ അല്ലാഹ് വരും നിമിഷങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട തബ്ലീഗുകാരോട് പറയാനുള്ളത്, ഞങ്ങളുടെ പരിപാടി ഇതൊരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചുള്ള പഠനമാണ്. ഇത് A to Z നിങ്ങൾ കേൾക്കണം, മുറിഞ്ഞു കേൾക്കരുത്. മുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം A to Z നിങ്ങൾ കേൾക്കുകയും എന്നിട്ട് നിങ്ങൾക്ക് ഇതിന് വല്ല വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് ഇവിടെ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് മൈക്ക് പോയിന്റ് തരുന്നു, ഞങ്ങൾ പ്രസംഗിച്ചു മുങ്ങൂല, എന്റെ നാട് ഇവിടെ അടുത്താണ്, അതുപോലെ റൈഫ് ഫൈസ് എന്നേക്കാളും അടുത്താണ്, ഞങ്ങൾ എവിടെയും മുങ്ങാനൊന്നുമില്ല, നമുക്ക് ഇരിക്കാം, ഞങ്ങൾ പറയുന്ന തെറ്റാണെന്ന് നിങ്ങൾക്ക് വല്ല വാദമുണ്ടെങ്കിൽ നിങ്ങൾ മൈക്ക് പോയിന്റിലേക്ക് വരണം. അങ്ങനെ ആ പുസ്തകത്തിലില്ല. നിങ്ങൾ വായിച്ചത് നുണയാണ്, ഇന്നതാണ് അതിൽ ശരിയെന്ന് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് തരും. ഇവിടെ പബ്ലിക്കായി പറയാൻ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ സ്വകാര്യ ചർച്ചയാകാം. ജമിയത്തുൽ മുഅല്ലിമീന്റെ കീഴിൽ സ്വകാര്യ ചർച്ചയെക്കാളും ഏറ്റവും സുതാര്യമായ രീതിയിൽ പബ്ലിക് ചർച്ചയാവാം, ഹാളിലുള്ള ചർച്ചകളാവാം, എവിടെയുള്ള ചർച്ചകളുമാവാം. എന്തിനാണിത്? അള്ളാഹുവിന്റെ ദീനിന്റെ സത്യം ഇവിടെ വെളിപ്പെടണം. പിഴവിലേക്ക് ആളുകൾ പോകരുത്. ഇത് തബ്ലീഗുകാർക്ക് മാത്രമല്ല, മട്ടന്നൂരിലുള്ള ഏറ്റവും വലിയൊരു നാശമായിരുന്നു ഒരു കാലത്ത് ഖാദിയാനിസം. നിങ്ങളൊക്കെ ഓർമ്മിക്കുന്നുണ്ടാകും, മട്ടന്നൂർ പരിസരവാസികൾക്കൊക്കെ അറിയാം. മരണപ്പെട്ടുപോയ മൻസൂർ ഡോക്ടറുടെ നേതൃത്വത്തിൽ സജീവമായി ഖാദിയാനി പ്രവർത്തനം നടത്തി. ആളുകൾ ഖാദിയാനിസത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ഇവിടെയുള്ള ആലിമീങ്ങൾ മിണ്ടാതിരിക്കാൻ പറ്റുമോ? അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, നമ്മളതിനൊന്നും വേണ്ട, ഒച്ചക്കുപ്പാടിനും വഹലത്തിനൊന്നും നമ്മളില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കലല്ലോ ഒരു ആലിമിന്റെ ദൗത്യം. അള്ളാഹുവിന്റെ ദീനാണ്, വികലമാക്കപ്പെടാൻ അനുവദിക്കരുത്, വിദ്യാർത്ഥികൾ കടന്നുകൂടാൻ അനുവദിക്കരുത്, ഇസ്ലാമിന്റെ ആശയങ്ങൾ മാറ്റിമറിക്കപ്പെടാൻ ഒരു കുട്ടിയെയും അനുവദിക്കാൻ പാടില്ല. എന്നാൽ ഇവിടെ ഒരു കാര്യം പറയട്ടെ, ആമുഖമായി പറയുകയാണ്. നമ്മൾ ശിവപുരത്ത് അവിടുത്തെ പള്ളിയുടെ ജമാഅത്ത് കമ്മിറ്റിയുടെ മറുകക്ഷി പരാജയപ്പെട്ട സമയം ബഹുമാനപ്പെട്ട മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയൊക്കെ മറുഭാഗത്താണ് ഉള്ളത്. അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം വിജയിച്ചു. അവിടെയാണ് ഖവാരിജിയത്തുണ്ടാകുന്നത്. ഖവാരിജിയാക്കൾ അവർ പറഞ്ഞ ചില വാദങ്ങൾ എന്താണ്? മുസ്ലിമീങ്ങളാണ് നമ്മൾ യുദ്ധം കഴിഞ്ഞാൽ പ്രവാചകന്റെ കാലത്തൊരു സ്വഭാവമുണ്ട്, ജയിച്ചടക്കുന്ന ആളുകൾ പരാജയപ്പെട്ട് ബന്ധിതരെ അവരെ അടിമയാക്കി വെക്കുക എന്നതാണ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു മറുഭാഗത്തുള്ള ഒരൊറ്റ സഹാബിയെയും ജയിച്ചടക്കിയ സഹാബികളുടെ അടിമയായി വെച്ചില്ല. അലി റളിയല്ലാഹു തആല അൻഹുവിനെതിരെ വന്ന ഇസ്ലാമിക ലോകത്ത് വന്ന ബിദ്അത്തിന്റെ ശക്തികളിൽ വളരെ പ്രധാനപ്പെട്ട ശക്തി ഖവാരിജിയാക്കളാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിരുന്നു. അവർ പറഞ്ഞു, അലി റളിയല്ലാഹു തആല അൻഹുവിനെതിരെ, ബഹുമാനപ്പെട്ട മുസ്ലിം ലോകത്തിനെതിരെ, സുന്നത്ത് ജമാഅത്തിനെതിരെ പുറപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കക്ഷികൾ, ആ കക്ഷികളോട് സംസാരിക്കാൻ, അവരോട് മുനാദറ നടത്താൻ, അവരോട് ആശയങ്ങൾ പരസ്പരം നേരിട്ട് ചർച്ച നടത്താൻ, ഒരു സൗഹൃദ സംവാദം നടത്താൻ മഹാനായ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നിയോഗിക്കുകയും
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുമായി സംവദിക്കുകയും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചപ്പോൾ അവരോട് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ പറയുന്നുണ്ടല്ലോ മറുകക്ഷികളെ അടിമയാക്കണമെന്ന്, എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മറുകക്ഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിഷ ബീവിയാണല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീനാണല്ലോ. ആയിഷ ബീവിനെ ആരുടെ അടിമയാക്കും? ഉമ്മയെ അടിമയാക്കി വെക്കാൻ പറ്റുമോ എന്നർത്ഥത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിച്ച ഒന്നാമത്തെ ചോദ്യത്തിന് തന്നെ ഉത്തരം മുട്ടുകയായിരുന്നു. അങ്ങനെ ഒരു 3ഓളം ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങളിൽ അമ്പെ പരാജയപ്പെടുകയും ഉടനെ പരാജയം സമ്മതിച്ച അവർ കൂട്ടത്തോടെ ഖവാരിജിയത്ത് രാജിവെച്ച് അലി റളിയല്ലാഹു അൻഹുവിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഏതാനും ചില ആളുകൾ അവിടുന്ന് അത് ഒഴിവാക്കാതെ മർക്കടപട്ടിയോടെ നാട് വിട്ടുപോവുകയും അവരാണ് വീണ്ടും പിന്നീട് ശക്തി പ്രാപിച്ച് വളർന്നു വന്ന ഖവാരിജിയത്ത് എന്ന് മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു തന്റെ താരീഖിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഹക്കായ മാർഗങ്ങൾ സ്ഥാപിക്കാൻ, ബാത്തിലായ കാര്യങ്ങൾ സമർത്ഥിക്കാൻ വേണ്ടി അതിന്റെ എതിരാളികളോട്, ആശയ എതിരാളികളോട് സൗഹൃദത്തിൽ സംവദിക്കുക. ആശയ സംവാദം എന്നത് ഇസ്ലാമിന്റെ ഒരു സമീപനമാണ്, പ്രബോധനത്തിന്റെ ഒരു മാർഗമാണ്. ഇതിൽ നിന്ന് ഞങ്ങളിതൊന്നുമില്ല, പബ്ലിക് പറയുന്ന പരിപാടിക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് തബ്ലീഗുകാർ മാറി നിൽക്കരുത്. അവരോട് പറയുകയാണ്, ഞാൻ ഈ പറഞ്ഞ പുസ്തകത്തിന്റെ 47-ാമത്തെ പേജിൽ തബ്ലീഗിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾ വിവരിക്കുന്നുണ്ട്. ദേവബന്ദ് പണ്ഡിതന്മാർ എന്ന ഈ പുസ്തകത്തിൽ ഈ കർമ്മ നിർവഹണത്തിന് വേണ്ടി ദേവബന്ദിലെ ഉലമാക്കൾ അരയും തലയും മുറുക്കി കർമ്മനിരതരായി. ഏത് ആശയം? സമുദായത്തിന്റെ ഈമാനും ഇബാദത്തും സംരക്ഷിക്കപ്പെടേണ്ടുന്ന നിർബന്ധ ബാധ്യത ഉലമാഇന്റെ മേൽ പൈതൃകമായും പ്രവാചക ചര്യയുടെ തുടർച്ചയായി അള്ളാഹു ഏൽപ്പിച്ചതുമാണ്. ഈ കർമ്മ നിർവഹണത്തിനു വേണ്ടി ദേവബന്ദിലെ ഉലമാക്കൾ അരയും തലയും മുറുക്കി കർമ്മനിരതരായി. അവർ ഉദ്ദേശിക്കുന്ന ആശയം യഥാർത്ഥ അഹമ്മദ് റദാൻ ഖാൻ തങ്ങളുടെ നേതൃത്വത്തിലുള്ള സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായി വന്ന ഈ ആശയം സമർത്ഥിക്കാൻ എങ്ങനെ വാദപ്രതിവാദത്തിലൂടെയും ഗണ്ണനമണ്ഡലത്തിലൂടെയും ഗ്രന്ഥങ്ങളിലൂടെയും പ്രസംഗം, പ്രബോധനം, പ്രസിദ്ധീകരണം തുടങ്ങി എല്ലാ മാർഗങ്ങളിലൂടെയും വ്യാജ സൂഫികൾക്കും ചൂഷണ പണ്ഡിതന്മാർക്കുമെതിരിൽ അവർ സജീവമായ കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചു പ്രവർത്തിച്ചു. തബ്ലീഗുകാരോട് പറയുകയാണ്, ഇതാരാ എഴുതിയത്? മാസങ്ങൾ മാത്രം ആയുസ്സുള്ള പ്രായമുള്ള തബ്ലീഗിന്റെ ഈ പുസ്തകത്തിൽ പറയുകയാണ്, നിങ്ങൾ വാനോളം പുകഴ്ത്തുന്ന, നിങ്ങൾക്ക് വഴിത്താര സൃഷ്ടിച്ച ഈ ദൈവബന്ധ ആലിമീങ്ങൾ അവർ സംവാദം നടത്തിയിട്ടുണ്ട്, മണ്ണനങ്ങൾ നടത്തിയിട്ടുണ്ട്, അവർ എതിരാളികൾക്ക് മറുപടി പുസ്തകം എഴുതിയിട്ടുണ്ട്, അവർ കൊടുങ്കാറ്റായി ദീനിന്റെ ആഞ്ഞടിക്കുന്ന ശബ്ദമായി നിലകൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സംസാരത്തിനൊന്നുമില്ല, ഞങ്ങൾ സ്വകാര്യത്തിൽ നിസ്കരിക്കണമെന്ന് പറയാനേ ഉള്ളൂ എന്ന് നിങ്ങൾ പറയരുത്. ഇത് ആദർശമാണ്. നിങ്ങൾ എവിടെന്നും കിട്ടാത്തത് കൊണ്ടാണ് ഈ രീതി നമ്മൾ സമീപിക്കുന്നത്. രണ്ടാമത്, ഈ പുസ്തകത്തിൽ തന്നെ വളരെയേറെ സ്ഥലങ്ങളിൽ ഈ ആശയം കാണാം. തബ്ലീഗുകാർ നടത്തിയ സംവാദത്തിന്റെ ലിസ്റ്റുകൾ എവിടെയൊക്കെയാണ്? ഈ പുസ്തകത്തിന്റെ 47-ാമത്തെ പേജിൽ മാത്രമല്ല, ഈ പുസ്തകത്തിന്റെ 53-ാമത്തെ പേജിൽ, ഈ പുസ്തകത്തിന്റെ 49-ാമത്തെ പേജിൽ ഒക്കെ ഈ ആശയം പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, തബ്ലീഗുകാർ എഴുതുകയാണ്, ഖബർ പൂജകളും മഹത്തുക്കളായി മരണപ്പെട്ട സ്വാലിഹീങ്ങളുടെ പ്രതിബിംബാരോഹണവും ഈമാനിന്റെ പൂർണ്ണതയുടെ ഭാഗമായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആത്മീയതയുടെ പരിവേഷിതരായി ജപമാലയും മാന്ത്രിക മോതിരങ്ങളും അണിഞ്ഞ് നയന വിക്ഷേപഗർവും മന്ത്രധ്വനിയുടെ ഗാംഭീരതയിൽ അഭിരമിച്ച് ആശ്രിത വത്സല കരുണ കാണിച്ച് ദുർബല വിശ്വാസികളെ ചൂഷണം ചെയ്ത കപടന്മാർക്കെതിരിൽ, യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിനെതിരിൽ തൗഹീദിന്റെയും ഉലൂഹിയത്തിന്റെയും അറിവുകൾ നൽകുന്ന ബോധവൽക്കരണവുമായി വാദപ്രതിവാദങ്ങളിലൂടെ, ബോധവൽക്കരണ ക്ലാസുകളിലൂടെ, ഗ്രന്ഥരചനകളിലൂടെ ദാറുൽ ഉലൂമിന്റെ അനേകായിരം ദായികളായ മഹാപണ്ഡിതന്മാർ, അങ്ങനെ തുടങ്ങിയാണ് അവർ നടത്തിയ വാദപ്രതിവാദത്തിന്റെ ലിസ്റ്റുകളാണ് ഇത് തുറന്നു പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ഇസ്ലാമിന്റെ പ്രബോധന മാർഗത്തിലെ ഒരു രൂപമാണ്, ഇസ്ലാമിക പ്രബോധനത്തിനുള്ളൊരു വഴിയാണ്. ഞങ്ങൾ ഇതിനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ഒന്നുകിൽ ഞങ്ങൾ പറയുന്ന ആദർശം അംഗീകരിക്കണം, അല്ലാത്ത പക്ഷം എന്താണതിൽ തെറ്റ് എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് അറിയിക്കുകയാണ്. ഞങ്ങൾ അതിനുവേണ്ടിയാണ് ഈ രീതിയിൽ ഇവിടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. തബ്ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം അവർ പറയാറുള്ളത്, ജനങ്ങളെ അവർ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ടുള്ളതും, ഞങ്ങള് അങ്ങനെ ആദർശപരമായി വ്യത്യാസമൊന്നുമില്ല, ഞങ്ങൾ സമസ്തന്റെ ആദർശം തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഈ ഡ്രസ്സ് ഇടുന്നതേ ഉള്ളൂ, ഇത് സുന്നത്തിന്റെ ഡ്രസ്സാണ്.
പിന്നെ ഞങ്ങൾ പറയുന്നത് ആളുകൾ നിസ്കരിക്കണമെന്നേ പറയുന്നുള്ളൂ, ആളുകൾ നന്നാവണമെന്ന് വയലു പറയാൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ സുന്നികളുമായിട്ട് ഒരു മാറ്റവുമില്ല, ഞങ്ങൾ സമസ്തന്റെ അതേ നിലപാട് തന്നെയാണ് എന്നാണ് സമൂഹം തെറ്റിദ്ധരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്നറിയോ? ശിവപുരത്ത് ജമാഅത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി നേരിട്ട് ക്ഷണിച്ച് ഒരുപാട് തവണ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ മഹല്ലിന്റെ പള്ളിയുടെ മുറ്റത്ത് വെച്ച് ഈ പ്രഭാഷണം ഞാൻ നടത്തുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കൾ, ഞാൻ അറിയുന്ന വ്യക്തിപരമായി പോലും അറിയുന്ന NDF-ന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അവർക്ക് അവരുടേതായ നിലപാടുകളുണ്ട്, സംഘടനാപരമായ സ്ഥാപിത ലക്ഷ്യങ്ങളുണ്ട്, രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിൽ അവർ പ്രവർത്തിക്കുന്നതിനപ്പുറം ദീനിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ആലിമീങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എടുത്ത ഈ തീരുമാനങ്ങൾക്കെതിരിൽ അവർ പ്രവർത്തിച്ചാൽ അത് വളരെ ഭയാനകമായ ഒരു ആശങ്കയ്ക്ക് ഇടയാക്കുമെന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. അവിടെ നിന്ന് ചില ആളുകൾ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത്, അവരാരെയും കുറ്റം പറയാത്തവരല്ലേ എന്ന രീതിയിൽ ശബ്ദിക്കാൻ തയ്യാറാകുന്ന വിഷമകരമായ ഒരവസ്ഥ. ഞാൻ സ്നേഹത്തോടെ അവരോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ ഒരിക്കലും ആ വിഷയത്തിൽ ഇടപെടരുത്. ഇത് അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യമാണ്. ഒരിക്കലും നമ്മുടെ കേരള സംസ്ഥാന രാഷ്ട്രീയത്തിൽ KM മാണിയുടെ പേരിൽ, അതുപോലെ ജോർജിന്റെ പേരിലൊക്കെ പല പ്രശ്നങ്ങളും നടക്കുകയാണ്. സമസ്ത ഇന്നേ വരെ ജമിയത്തുൽ മുഅല്ലിമീന്റെ യോഗത്തിൽ ഇന്നേ വരെ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യൂല. അതിനല്ല സമസ്ത ഒരിക്കലും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതല്ല. അല്ലാഹുവിന്റെ ദീനിന്റെ ലേബലിൽ 19-ാം മൈലിലോ തൃശൂരിലോ കാസർഗോഡിലോ എന്തെങ്കിലും ഒരു പുതിയ കക്ഷി വന്നാൽ സമസ്ത സ്വാഭാവികമായും ചർച്ച ചെയ്യും. അത് പറയേണ്ട കടമ ആലിമീങ്ങൾക്കാണ്, അത് നിർവഹിക്കണം. ആ ദൗത്യ നിർവഹണത്തെ ഭംഗം വരുത്താൻ ഒരു കുട്ടിയെയും ഞങ്ങൾ അംഗീകരിക്കൂല. അത് സമസ്തന്റെ നയമാണ്. കേരളത്തിന്റെ മുക്കുമൂലകളിലുള്ള സർവ്വസമൂഹവും സാന്ദർഭികമായി അങ്ങനെ ഇടപെട്ടാൽ ഉണരേണ്ടി വരും എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. സമസ്തയെ സംബന്ധിച്ച് തബ്ലീഗുകാരുടെ യഥാർത്ഥ നിലപാടെന്താണ്? സാധുക്കൾക്ക് അറിയാത്ത, അതൊന്നും മനസ്സിലാകാത്ത ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, തന്ത്രത്തിലൂടെയാണ് തബ്ലീഗുകാരുടെ പ്രബോധനം. ഒരു ചിന്തകൻ തവളന്റെ ഒരു കഥ പറഞ്ഞിരുന്നു. തവള ഒരിക്കലും ചൂടുവെള്ളത്തിൽ നിൽക്കൂല, പച്ചവെള്ളത്തിലേ തവള നിൽക്കുള്ളൂ. എന്നാൽ ഒരു വെള്ളത്തിൽ തവളനിട്ടു, പച്ചവെള്ളത്തിൽ, അറിയാതെ ആ വെള്ളം ഇങ്ങനെ ചൂടാക്കിയാൽ തവള അഥവാ അതിൽ ആ പെട്ടുപോയി അവസാനം ചലിക്കാൻ പറ്റാതെ, രക്ഷപ്പെടാൻ പറ്റാതെ ആ ചൂടുവെള്ളത്തിൽ കുടുങ്ങിപ്പോകും. ഇതാണ് യഥാർത്ഥത്തിൽ തബ്ലീഗിന്റെ അവസ്ഥ. നിസ്കരിക്കാൻ പറയുന്നല്ലേ ഉള്ളൂ, ഫളായിലുള്ള അമാല് വായിക്കുന്നല്ലേ ഉള്ളൂ, ഒരു സ്വഭാവവും കാണിക്കാത്ത, ഒരു വിദേഹത്തിന്റെ അംശവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, ആ ഭാഗത്തേക്ക് യാതൊരു സൂചനയും കാണിക്കാത്ത ഫളായിലുള്ള അമാലിന്റെ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ ആ തബ്ലീഗുകാർ വായിക്കുക. ഇത് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണക്കാർ വിചാരിക്കും ഇതാണ് അവരെല്ലാ പള്ളികളിലും വായിക്കുന്ന മുന്തഖബാത്ത്, തെരഞ്ഞെടുക്കപ്പെട്ട ഹദീസുകൾ, മിക്കവാറും ഇതാ വായിക്കുക. ഈ പുസ്തകം വായിക്കും. ഇതിലെന്താ തെറ്റുള്ളത്? അതിനെന്താ പ്രശ്നമുള്ളത്? പ്രശ്നമൊന്നുമില്ല. പിന്നെ നിസ്കരിക്കാൻ പറയുന്നല്ലേ ഉള്ളൂ, അതിനെന്താ പ്രശ്നമുള്ളത്? പിന്നെ പള്ളികളിലൂടെ ഇങ്ങനെ സഫർ നടത്തുന്നല്ലേ ഉള്ളൂ, അതിനെന്താ പ്രശ്നമുള്ളത്? അങ്ങനെ ഒരാൾ തബ്ലീഗായി. ക്രമേണ തവളനെ ചൂടുവെള്ളത്തിൽ കൊടുക്കുന്നത് പോലെ ആശയം കുത്തിവെക്കുന്ന വികലമായ ആശയം തബ്ലീഗിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് വളരെ കൃത്യമായി ആധികാരിക രേഖയോടുകൂടി നാം പറയുന്നത്. ഈ പുസ്തകത്തിൽ പോലും ഇതിന്റെ തുടക്കത്തിൽ ദീനീ ദഅവത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിന്റെ 10-ാമത്തെ പേജിൽ ദീനീ ദഅവത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിന്റെ ഉദ്ധരണി കൊടുത്തിട്ടുണ്ട്. ഏതാണ് ദീനീ ദഅവത്ത്? തബ്ലീഗിന്റെ ഒരു പുസ്തകമാണ് ദീനീ ദഅവത്ത്. എന്റെ കയ്യിലുണ്ട് ആ പുസ്തകം. ബിദ്അത്ത് കുത്തി നിറച്ച പുസ്തകമാണ്, അതിനെ വാഴ്ത്തുന്നുണ്ട് ഇതിൽ. അത് മാത്രം മതി. മാത്രമല്ല വേറെയും പല പുസ്തകങ്ങൾ. ചുരുക്കം പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ ആലോചിച്ച് നോക്കൂ, ചുരുക്കം പറഞ്ഞാൽ തബ്ലീഗുകാർ ഉള്ളിലൂടെ ആശയം പഠിപ്പിക്കുന്നുണ്ട്. ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് സമസ്തയുമായി ഒരു ബന്ധവുമില്ല. സമസ്തന്റെ ആശയത്തിന്റെ ബദ്ധവൈരികളാണ് തബ്ലീഗുകാർ. അതിന്റെ 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ്. ഉദാഹരണത്തിന് ഈ പുസ്തകത്തിന്റെ 136-ാമത്തെ പേജിൽ പറയുകയാണ് സമസ്തയുടെ മദ്രസകൾ മുഴുവനും ശീസമാണ് എന്ന്. ഈ പുസ്തകത്തിന്റെ 136-ാമത്തെ പേജിൽ പറയുകയാണ് സമസ്തയുടെ മദ്രസ ശീസമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മുജാഹിദുകളുടേതടക്കം ഈ പുസ്തകത്തിൽ പറയുന്നത്, ഇത് ആർക്കും വേണേൽ പരിശോധിക്കാം, തിരിച്ചു തരണമെന്നേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ ഇപ്പം പരിശോധിക്കാം, സുതാര്യമായിട്ട് വേണേൽ പരിശോധിക്കാം, എങ്ങനെയും നോക്കാം. സുതാര്യമാണിത്. മുജാഹിദുകളുടേതടക്കം കേരളത്തിലെ എല്ലാ വിഭാഗവും നടത്തുന്ന മദ്രസകളിൽ ഷീ സ്വാധീനമുള്ള ചരിത്രമാണ് പഠിപ്പിക്കുന്നത്. എല്ലാ കേരളത്തിലെ മദ്രസകളിലും
ഷീഈ സ്വാധീനമുള്ള ചരിത്രമാണ് പഠിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിൽ എഴുതി വിടുകയാണ്. തബ്ലീഗുകാരൻ മാത്രം സ്വകാര്യമായി വായിച്ചിരിക്കുകയാണ് ഇതൊക്കെ. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമസ്തയുടെ മുഴുവൻ പുസ്തകം പരിശോധിച്ചിട്ട് ഏതെങ്കിലും ഒരു സംഭവം, ഏതെങ്കിലും ഒരു ചരിത്രം, ഷീഇസം പ്രചരിപ്പിക്കുന്ന ചരിത്രം, സുന്നത്ത് ജമാഅത്തുമായി ബന്ധമില്ലാത്തൊരു ചരിത്രം, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമ്യങ്ങൾ പഠിപ്പിക്കാത്തൊരു സംഭവം സമസ്തയുടെ പുസ്തകത്തിൽ ഉണ്ടെന്ന് കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇവിടെയുള്ള പാവം തബ്ലീഗുകാരെ വെല്ലുവിളിക്കുന്നൊന്നുമല്ല, ഇല്ലെന്നർത്ഥം വളരെ സ്പഷ്ടമാണ്. ഇതിനൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഈ പുസ്തകത്തിന്റെ 111 പേജിൽ പറയുന്നു, അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. അത് ഷിയാക്കൾ തെറ്റിവിട്ട ഹദീസാണ് എന്ന്. വളരെ പച്ച നുണയാണ്. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ എന്നത് മഹാനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ ഹദീസാണ്. പരമ്പര വളരെ കൃത്യമായി ഇമാമുകൾ രേഖപ്പെടുത്തിയ ഹദീസാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന്റെ പരമ്പര മുഴുവൻ ഇവിടുന്ന് വായിക്കും. അതുകൊണ്ട് സമസ്തന്റെ മദ്രസയിലുള്ളത് ഷീഈ സ്വാധീനമുള്ള ചരിത്രമാണ് എന്നത് സമസ്തയെ അല്ലെങ്കിൽ ഇവിടെ നിലകൊള്ളുന്ന സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ നിന്ന് ഞങ്ങൾ ഭിന്നമാണ് എന്ന തബ്ലീഗുകാരന്റെ ഒന്നാമത്തെ ശബ്ദമാണ്. നിങ്ങൾ നോക്കൂ, അന മദീനത്തുൽ ഇൽമി എന്ന് പറയുന്നതിൽ അലിയാർ തങ്ങളുടെ മഹത്വം പറയലുണ്ട്. അലിയാർ തങ്ങളുടെ മഹത്വം ഉള്ളത് കൊണ്ടൊക്കെ ഷീസ. അങ്ങനെ ചില ആളുകൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളവർക്ക് ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തിനോട് തങ്ങന്മാരോട് വലിയ ബഹുമാനമായിരുന്നു. ഒരു തങ്ങൾ കുട്ടിയാണെന്ന് പറഞ്ഞാൽ ഇമാം ഷാഫി കാണിക്കുന്ന ബഹുമാനം കണ്ട് പലരും ആശ്ചര്യപ്പെട്ടിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ഷീസമുണ്ട് എന്ന്. കാരണം ഷിയാക്കൾ ആദരിക്കുന്നത്, ഷിയാക്കൾ കാര്യമായി മുറുകെ പിടിക്കുന്നത് തങ്ങന്മാരെയാണല്ലോ. ആ തങ്ങന്മാരോട് ഇത്ര ബഹുമാനം അലി റളിയല്ലാഹു അൻഹു കാണിക്കുമ്പോൾ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ കാണിക്കുമ്പോൾ അത് ഷീഇസത്തിന്റെ ഭാഗമാണ്, ഷീഇസത്തിലേക്കുള്ള പോക്കാണ് എന്ന് പലരും ആക്ഷേപിച്ചപ്പോൾ ഇമാം ഷാഫി അവർക്ക് കൊടുത്ത മറുപടി ഗണ്യതമായ രേഖയായി അവരെ വെട്ടുന്ന വാളുപോലെ ഇമാം ഷാഫി ഉയർത്തിപ്പിടിച്ചത് എന്താണെന്നറിയോ? ഞാൻ ആ നിലപാടിൽ നിന്ന് മാറി, ഞാനത് തിരുത്തി കുറിച്ചു എന്നല്ല. ഇമാം ഷാഫി മാലോകരോട് പറയാണ്, ഓ ജനങ്ങളെ, ലൗകാന റഫുലൻ ഹുബ്ബു ആലി മുഹമ്മദി ഫല്യശ്ഹദി സഖലാനി അന്നീ റാഫിളൂ. മഹാന്മാരായ അഹ്ലു ബൈത്തിനോടുള്ള മഹബത്ത് എന്നത് അത് ഷീഇസമാണെങ്കിൽ മാലോകരെ നിന്നോളൂ. റാഫിൽ എന്നത് ഷിയാക്കൾക്ക് നമ്മുടെ ഇമാമുകളിട്ട പേരാണ്. ഷീഇ എന്നത് അവരവർക്കിട്ട പേരാണ്. ഷീഇസം എന്നത് റാഫിലുകൾ എന്നാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാമുകൾ ഷിയാക്കളെ വിളിച്ചത്. മാലോകരെ നിങ്ങൾ സാക്ഷി നിന്നോളൂ, അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം ഷീഇസമാണെങ്കിൽ ഞാൻ ഒന്നാമത്തെ ഷീയാണ് എന്ന് മാലോകരെ നിങ്ങൾ സാക്ഷി നിന്നോളൂ എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം അത് ഷീഇസമല്ല. നിങ്ങൾ അങ്ങനെ ആരോപിച്ചത് കൊണ്ട് പിറകോട്ട് പോകാൻ കഴിയൂല എന്നതുപോലെയാണ് നിങ്ങൾ ഈ ഹദീസിന്റെ വിഷയത്തിലും പിടിപെട്ടിട്ടുള്ളത്. സമസ്തയുടെ പുസ്തകത്തിൽ ഷീഇസം എവിടെയും കാണാൻ സാധ്യമല്ല. ഇനി സമസ്ത സുന്നത്ത് ജമാഅത്തിന് പുറത്താണ് എന്നും ഈ പുസ്തകത്തിന്റെ 165 പേജിൽ പറയുകയാണ്. സമസ്ത സുന്നത്ത് ജമാഅത്തിന് പുറത്താണ്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഇൽമുൽ ഗൈബിനെ കുറിച്ച് മേൽ പറഞ്ഞ 4 വിശ്വാസങ്ങൾ വാസ്തവ വിരുദ്ധവും അടിസ്ഥാനമില്ലാത്തതുമാണ്. സമസ്തയുടെ ഒരുപാട് ആളുകളുടെ പുസ്തകങ്ങളിലെ ഇൽമുൽ ഗൈബുമായി വന്ന പരാമർശങ്ങൾ ഉദ്ധരിച്ചു. അണ്ടോണയുടെ പുസ്തകം അടക്കമുള്ള പലരുടെയും പുസ്തകങ്ങൾ ഉദ്ധരിച്ചിട്ട് പറയാണ് ഇത് 4 തെറ്റാണ്. ഈ വിശ്വാസങ്ങൾ കാരണമായി ഈ വിശ്വാസമുള്ള സമസ്തകളും ബറേൽവികളും ഉൾപ്പെട്ട സംഘമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പുറത്തു നിൽക്കുന്നത്. അപ്പൊ സമസ്ത അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പുറത്താണ്. ബറേൽവികൾ അഹമ്മദ് റളാൻ ഖാൻ തങ്ങളുടെ നേതൃത്വത്തിലുള്ള കേരളത്തിന് വെളിയിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വം, ആ നേതൃത്വത്തിലെ ആലിമ്യങ്ങൾ മുഴുവനും സുന്നത്ത് ജമാഅത്തിന് പുറത്താണെന്ന് പച്ച മലയാളത്തെ തബ്ലീഗുകാരൻ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എവിടെയാണ് പഴിച്ചത്? എവിടെയാണ് ഗൈബിൽ പഴിച്ചിട്ടുള്ളത്? വഹാബികളുടെ നിലപാടാണ് ഇൽമുൽ ഗൈബിൽ നമ്മുടെ തബ്ലീഗുകാർ വെച്ച് പുലർത്തുന്നത്. ഇൻഷാ അല്ലാഹ് വഴിയുള്ള വിശദീകരണങ്ങളിൽ അത് കാണാം. രണ്ടാമതായി മൈക്കിനാണ് ഒന്ന് സൗണ്ട് കൊടുത്തു. രണ്ടാമതായി വഹാബിസത്തെ സംബന്ധിച്ച്, വഹാബി പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, വഹാബി പ്രസ്ഥാനത്തിന്റെ നായകൻ, അതിന്റെ സ്ഥാപകൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തെ സംബന്ധിച്ച് വഹാബികളുടെ നിലപാട് എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കണം.
എന്താണ് അദ്ദേഹത്തെ സംബന്ധിച്ച നിലപാട്? സുന്നത്ത് ജമാഅത്തിന്റെ നിലപാട് കേട്ടോളൂ. മഹാനായ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന സൈലി ദഹ്ലാനെ പോലുള്ള ആളുകൾ വളരെ വിശദമായി ഹദീസുകളുടെ വെളിച്ചത്തിൽ ആ മനുഷ്യന്റെ ചരിത്രം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം നജ്ദിലാണ് ജനിച്ചത്. നജ്ദ് എന്നത് ഇന്നത്തെ റിയാദ്, സൗദിന്റെ ക്യാപിറ്റൽ. നജ്ദ് എന്ന് പറഞ്ഞാൽ കുന്നിൻ പ്രദേശമെന്നാണ്. സൗദിയുടെ അന്നത്തെ കുന്നിൻ പ്രദേശം ഹിജാസായിരുന്നു, നജ്ദായിരുന്നു. ആ നജ്ദിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്, അവിടെ നിന്നാണ് പിശാചിന്റെ കൊമ്പ് പുറപ്പെടുക എന്ന്. മാത്രമല്ല പ്രവാചകന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് നീതി പാലിക്കടോ മുഹമ്മദേ എന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ തങ്ങളോട് ധിക്കാരം കാണിച്ച ഒരു മനുഷ്യൻ, ദുൽഖുവൈസിറ എന്ന് പറയുന്ന മനുഷ്യൻ തെമീമിയാണെന്നും യമാനിയാണെന്നൊക്കെ പലരും റിപ്പോർട്ട് ചെയ്തതാണെങ്കിലും തെമീമി എന്നതാണ് പ്രബലം. തെമീമിയുൽ യമാനി രണ്ട് വിശേഷണവും അതിനുണ്ട് എന്നൊക്കെ ഇമാമുകൾ ചർച്ച ചെയ്ത. ഏതായാലും ദുൽഖുവൈസിറത്ത് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഏതില്ല മുഹമ്മദ്, നീതി പാലിക്കടോ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ധിക്കാരത്തിന്റെ വാക്ക്. അള്ളാഹുവിന്റെ റസൂലിനോട് ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂൽ അയാൾക്ക് നന്നായി കടുത്തു കൊടുത്തു. എന്താ പറഞ്ഞത്? ഈ ഇല്ലം അയദിൽ ഫമൻ ഇല്ലം അയദിൽ ഫമൻ യഅദിൽ, ഞാൻ നീതി പാലിച്ചിട്ടില്ലെങ്കിൽ, നീതി നടപ്പിലാക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച എനിക്ക് നീതിയില്ലെങ്കിൽ, ഞാനിവിടെ നീതി നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ ആരാണ് ഇവിടെ നീതി നടപ്പിലാക്കുക എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു ചോദിക്കുകയും എന്നിട്ട് പറഞ്ഞു, ഫഇന്നഹു യഖ്റുജു മിൻ ളിഇ ഹാദാ, ഈ മനുഷ്യന്റെ സന്താന പരമ്പരകളിൽ നിന്ന് ഒരാൾ പുറപ്പെടുമെന്ന് പറഞ്ഞ് ഒരുപാട് വിശേഷണങ്ങൾ പറയുന്ന വ്യത്യസ്തമായ റിവായത്തുകൾ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ധാരാളം സനദിലൂടെ വന്ന ധാരാളം ഹദീസുകൾ. ആ ഹദീസുകളിൽ പറഞ്ഞ മുഴുവൻ വിശേഷണവും ഒത്ത മനുഷ്യൻ, നജ്ദ് എന്ന് പറയുന്ന നാട്ടിൽ ജനിച്ച മനുഷ്യൻ, നജ്ദ് എന്ന് പറയുന്ന ഇന്നത്തെ സൗദിന്റെ ക്യാപിറ്റലായ റിയാദ് പട്ടണത്തിലെ ചരിത്രത്തിലെ ആദ്യത്തെ ഇസ്ലാമിക രംഗത്തെ വിഘടനവാദി അത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്. അദ്ദേഹം ആധുനിക സൗദിയുടെ സ്ഥാപകനായ ആൽ സഊദിന്റെ കൂടെ ഭരണത്തിൽ പങ്കിട്ടുകൊണ്ട് അങ്ങനെ വിദ്യാഭ്യാസം കൈക്കലാക്കി ആ സൗദി അറേബ്യയിൽ ഒരുപാട് ഖബറുകൾ അടിച്ചു പൊളിച്ചു. മഹാന്മാരുടെ ഖബറിന്റെ മുകളിലുള്ള കുപ്പകൾ പൊളിച്ചു. മാത്രമല്ല എത്രയോ ആലിമീങ്ങളെ കൊന്നൊടുക്കി. മാത്രമല്ല ഒരുപാട് ദലായിലുൽ ഖൈറാത്ത് പോലുള്ള തസവ്വുഫിന്റെ ഗ്രന്ഥങ്ങൾ ചുട്ടുകരിച്ചു. അങ്ങനെ അദ്ദേഹം ബിദ്അത്ത് സ്ഥാപിച്ചു. സൗദിന്റെ ഭരണ സ്വാധീനത്തോടുകൂടി സാമ്പത്തിക സ്രോതസ്സോടുകൂടി മക്കയിലേക്കും മദീനയിലേക്കും ഒഴുകി വരുന്ന സായിരീങ്ങളെ, സന്ദർശകരെ, ഹജ്ജാജിമാരെ, മുഅ്തമിരീങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ ബിദ്അത്തിന്റെ ശബ്ദങ്ങൾ ലോകം മുഴുവനും അവർ പ്രചരിപ്പിച്ചുവെങ്കിൽ നമ്മുടെ കേരളക്കരയിലേക്കും ഈജിപ്ത് വഴി വന്ന ഒരു പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനമെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന അതിന്റെ സ്ഥാപകരിലേക്ക് ചേർത്തിക്കൊണ്ടാണ് വഹാബി പ്രസ്ഥാനം എന്ന് ഈ പ്രസ്ഥാനത്തിന് പേര് വന്നതെങ്കിൽ ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പറ്റി തബ്ലീഗിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മലയാള പുസ്തകത്തിൽ എന്താ പറയുന്നത്? വലിയ മഹാനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പറ്റി പറഞ്ഞതൊക്കെ കളവാണ്. ഈ ഹദീസൊന്നും മൂപ്പരെ പറ്റിയല്ല. സൈനി ദഹ്ലാനെ പറ്റി ആളുകളൊക്കെ പച്ച നുണയാ പറഞ്ഞത്. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു, അദ്ദേഹം ശിർക്ക് വിദേഹത്തിനെതിരെ ആഞ്ഞടിച്ച ആളായിരുന്നു എന്ന് ഈ പുസ്തകത്തിൽ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് അദ്ദേഹം പറഞ്ഞത്? എന്നാൽ കേട്ടോളൂ, ഈ പുസ്തകത്തിന്റെ 262 പേജിൽ, എന്നാൽ ഇബ്നു അബ്ദുൽ വഹാബിന്റെ സമുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ശിർക്ക് വിദേഹത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ മസ്ലക്ക് തൗഹീദിന്റെയും തിരുസുന്നത്തിന്റെയും പാതയിലൂടെ എല്ലാ കുപ്രചരണങ്ങളും മറികടന്ന് 3 നൂറ്റാണ്ടായി ഇരു ഹറമുകളുടെ അടക്കം സേവന മേഖലയാക്കാൻ ഭാഗ്യം ലഭിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. മക്കയും മദീനയും അടക്കമുള്ള ഇരു ഹറമുകളുടെ സൗദിയിൽ തന്റെ ഈ മഹത്തായ സേവനം 3 നൂറ്റാണ്ടായി നിലകൊണ്ടുവരികയാണ്. അങ്ങനെ ആ മനുഷ്യനെ പറ്റി പറയാൻ മേൽ വിവരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിൽ പറയപ്പെട്ട അശുഭ ലക്ഷണം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഈ ദുൽഖുവൈസിറത്തിന്റെ സന്താന പരമ്പരയിലൂടെ വരുന്ന ഒരുപാട് അശുഭ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ലക്ഷണങ്ങളൊന്നും ഈ മനുഷ്യനിലേക്ക് ചേർത്തി പറയാൻ പാടില്ല എന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ ഒരുപാട് പേജുകളിലായി വലിയൊരു അധ്യായം തന്നെ ആ മനുഷ്യന്റെ മഹത്വം പറയാനാണ് സമർത്ഥിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മാത്രമല്ല ഈ പുസ്തകത്തിന്റെ 253 പേജിൽ വീണ്ടും ആ മനുഷ്യനെ പറ്റി പറയുകയാണ്, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പറ്റി. എന്താ പറയണത്?
മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ മഹത്വങ്ങൾ. ആ മനുഷ്യൻ ആരായിരുന്നു? വളരെ സുദീർഘമായ വരികളാണ്. ആ വരികളിൽ പറയാണ് അതിന്റെ ഇടയിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹം ആരായിരുന്നു? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആരാണ്? ദീനിയായ മസലകൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെതിരെയുള്ള ആസൂത്രിത പദ്ധതികളും ഇന്ത്യൻ ഉലമായിന് അതിലുണ്ടായ സ്വാധീനവും എന്ന ഉറുദു പുസ്തകത്തിൽ മൗലാന ഖലീൽ അഹമ്മദ് സഹാറംപൂരി എഴുതുന്നു, ചീഫ് ജസ്റ്റിസ് ഷെയ്ഖ് അബ്ദുല്ലാഹിബിന് സുലൈഹിദിന്റെ വീട് എന്റെ വീടിനടുത്താണ്. അദ്ദേഹവുമായി പലപ്പോഴും കാണാറുണ്ട്, ദീനിയായ മസലകൾ ചർച്ച ചെയ്യാറുണ്ട്. അദ്ദേഹം ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം വെച്ച് പുലർത്തുന്ന വലിയ പണ്ഡിതനാണ്. വളരെ കൃത്യമായി എഴുതി വച്ചിരിക്കുകയാണ്. ഇനിയുമുണ്ട് ഈ പുസ്തകത്തിൽ, ഒരുപാട് പേജുകളിൽ കാണാം. ഇത് ഈ മലയാള പുസ്തകത്തിൽ ഇവരെ എഴുതാൻ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1960കളിലെ പഠനത്തിൽ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ മനുഷ്യനെ പറ്റി പറഞ്ഞത് ധാരാളം സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ കാണാം. അതിൽപ്പെട്ട ഒരു സ്ഥലം റഷീദ് റിളയുടെ ഫത്താവ റഷീദിയ എന്ന് പറയുന്ന തബ്ലീഗുകാരുടെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. റഷീദ് അഹമ്മദ് ഗംഗോഹി എഴുതിയ അദ്ദേഹത്തിന്റെ ഫത്വകളുടെ സമാഹാരം. ആ സമാഹാരത്തിൽ അദ്ദേഹത്തോടുള്ള ഒരു ഫത്വ, അദ്ദേഹത്തോടുള്ള ഒരു ചോദ്യം, ആ ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ആരായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് അദ്ദേഹം വളരെ കൃത്യമായി മറുപടി പറയുന്നത് ഈ മറുപടിയാണ്. ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം, എന്താ മറുപടി? അദ്ദേഹത്തോട് ചോദിക്കുന്നു, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആരായിരുന്നു? അദ്ദേഹം പറയുകയാണ്, വഹാബി ബഹുത് അച്ഛാ ആദമി താ. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ബഹുത് അച്ഛാ ആദമി താ. ലോഗ് ഉങ്കോ വഹാബി കഹ്തേ ഹൈ. ലോകം അദ്ദേഹത്തെ വഹാബി എന്നാണ് വിളിക്കുന്നത്. എന്നാൽ അദ്ദേഹം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ ഹംബലി മദ്ഹബുകാരനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു, ദീനിന്റെ വലിയ പ്രബോധകനായിരുന്നു എന്ന് വളരെ കൃത്യമായി റഷീദ് അഹമ്മദ് ഗംഗോഹി തന്റെ പുസ്തകത്തിൽ ഫത്താവ റഷീദിയ എന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഇത് തന്നെയാണ് ഈ പുസ്തകത്തിൽ മലയാളത്തിലും എഴുതിയിട്ടുള്ളത്. വളരെ കൃത്യമായി എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം നിലവിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കേരളാടിസ്ഥാനത്തിലെ ലോകാടിസ്ഥാനത്തിലുള്ള സലഫി പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനെ അങ്ങേ അറ്റം വാഴ്ത്തി പറയുകയും അദ്ദേഹത്തിന്റെ നിലപാട് ശിർക്ക് ബിദ്അത്തിനെതിരെയുള്ള പോരാട്ടമാണെന്ന് വസ്തുനിഷ്ഠമായി വരികളിൽ മലയാളത്തിലും ഉറുദുവിലും എഴുതലോടുകൂടി വഹാബികളുടെ നിലപാട് തിരിച്ചറിഞ്ഞു. എന്താണ് വഹാബികളുടെ നിലപാട്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അതേ നിലപാടാണ്. വഹാബി നിലപാട് കേരളത്തിലെ മുജാഹിദുകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള വഹാബി നിലപാടുകൾ ഗൾഫ് സലഫികൾക്കുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, അത് എന്തൊക്കെയാണെന്ന് ചെറിയൊരു പരിശോധന ഞാൻ ഇവിടെ നടത്തുകയാണ്. ഒരു അരമണിക്കൂർ മാത്രം ഉപയോഗപ്പെടുത്തി, എന്നിട്ട് നമ്മൾ മുഖാമുഖത്തിലേക്ക് കടക്കുകയാണ്. എന്തൊക്കെയാണ് അദ്ദേഹം വെച്ച് പുലർത്തിയ ആശയങ്ങൾ? അതിലൊന്ന് ഈ പുസ്തകത്തിന്റെ 190-ാമത്തെ പേജിൽ പറയുകയാണ്, നമ്മളെല്ലാ മുസ്ലിമീങ്ങളും പ്രത്യേകിച്ച് 19-ാം മൈലിലുള്ള തബ്ലീഗുകാർ പോലും എല്ലാ സമയത്തും നമ്മൾ പറയാറുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്ന് പറയാറുണ്ട്. യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ മഹാന്മാർക്ക് മരണശേഷം വിളി കേൾക്കാൻ കഴിയൂല, മരിച്ചവർ കേൾക്കൂല എന്ന് പറയുന്നവരും, മഹാന്മാരുടെ ഒരു മദതും ലഭിക്കൂല എന്ന് പറയുന്നവരും, അതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയും വിശ്വാസവുമില്ലാത്ത ആളുകൾ പോലും വളരെ വ്യാപകമായി പറയുന്നൊരു വാചകമാണ് യാ റസൂലല്ലാഹ്. തബ്ലീഗുകാർ പോലും പറയാറുണ്ട്. എന്നാൽ യാ റസൂലല്ലാഹ് എന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താണ്, കാഫിറാണ് എന്ന് ഇതാ മലയാള പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. എന്റെ വഹാബികൾ, എന്റെ പ്രിയപ്പെട്ട തബ്ലീഗ് സുഹൃത്തുക്കളെ, നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല.
നിങ്ങളെ വ്യക്തിപരമായോ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ മറ്റു ദൂഷ്യങ്ങളോ എടുത്ത് കുറ്റം പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് പറയുന്നതല്ല, മറിച്ച് ആശയങ്ങൾ തമ്മിലുള്ള സംവാദമാണ്. ദീനിന്റെ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. ഈ പുസ്തകത്തിന്റെ 190 പേജിൽ വളരെ കൃത്യമായി മലയാളത്തിൽ എഴുതി വച്ചിരിക്കുന്നു, നബിമാർക്ക് ഇൽമുൽ ഗൈബ് ഇല്ലാത്തതിനാൽ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കൽ അനുവദനീയമല്ല. മറഞ്ഞത് അറിയാൻ റസൂലുള്ളാഹിക്ക് കഴിയൂല. അതുകൊണ്ട് യാ റസൂലല്ലാഹ് എന്ന് നമ്മൾ ഇവിടെ നിന്ന് വിളിച്ചാൽ എത്രയോ അങ്ങ് കിലോമീറ്ററുകൾ അകലെയുള്ള അതേ റൗളാ ശരീഫിൽ മറപ്പെട്ട് കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് അറിയാൻ കഴിയൂല. അതിനാൽ അങ്ങനെ വിളിക്കൽ അനുവദനീയമല്ല. ഇൽമുൽ ഗൈബ് മുഖേന തങ്ങൾ ദൂരത്തു നിന്നുള്ള വിളി കേൾക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരെങ്കിലും യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ അത് കുഫ്റാണ് എന്ന് വളരെ പച്ചയായി ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തബ്ലീഗുകാരന്റെ ഭാഷയിൽ യാ റസൂലല്ലാഹ് എന്ന് ഈ വിശ്വാസത്തോടെ വിളിക്കുന്ന നമ്മളൊക്കെ കാഫിറാണ്. മുജാഹിദുകൾക്കൊരു നിലപാടുണ്ട്, എന്താ? അത് ശിർക്കാണ്, ഇത് ശിർക്കാണ്, മക്കാമി പോക്ക് ശിർക്കാണ്, ഖബർ കട്ടൽ ശിർക്കാണ്, അവരെ വിളിക്കൽ ശിർക്കാണ്. ഈ ചെയ്ത ആളുകൾ, ഈ കാര്യങ്ങളൊക്കെ ചെയ്ത ഈ ശിർക്കുകൾ ചെയ്യുന്ന ആളുകൾ അവര് മുശ്രിക്കാണോ? അത് നമ്മൾ പറയൂല. ശിർക്ക് ചെയ്യുന്ന ആളുകളെ, ശിർക്ക് വച്ച് പുലർത്തുന്ന ആളുകളെ, ശിർക്കൻ വിശ്വാസമേറ്റ് നടക്കുന്ന ആളുകൾ അവര് മുശ്രിക്കുകളല്ലേ? അവരെ തുടരാൻ പറ്റുമോ? അത് നമ്മൾ പറയൂല. അവരർത്ഥ തിന്നാൻ പറ്റുമോ? അത് നമ്മളോട് ചോദിക്കരുത്. അവരെ മക്കളെ കെട്ടാൻ പറ്റുമോ? അത് ഞങ്ങളോട് മിണ്ടരുത് എന്ന വഹാബികൾക്ക് മുജാഹിദുകൾക്ക് ഒരു നിലപാടുണ്ട്. ആ നിലപാട് തബ്ലീഗുകാരും വെച്ച് പുലർത്തുവോ? വിനയത്തോടെ ഞാൻ ചോദിക്കുകയാണ്. യാ റസൂലല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഗൈബ് പറയും, ഈ വിളി കേൾക്കുമെന്ന വിശ്വാസത്തിൽ ആരെങ്കിലും വിളിച്ചാൽ അത് കുഫ്റാണെന്ന് വളരെ കൃത്യമായി തബ്ലീഗുകാരൻ ഈ പുസ്തകത്തിന്റെ 190 പേജിൽ മലയാളത്തിൽ എഴുതിയിരിക്കുകയാണ്. സമസ്ത ആലിമീങ്ങൾ 1965 പഠിക്കാൻ അവർ നിയോഗിക്കപ്പെട്ട ആലിമീങ്ങൾ കണ്ടെത്തിയ അവരുടെ പുസ്തകത്തിൽ ഒരു വൈകല്യം ഇതായിരുന്നു. അവരുടെ പുസ്തകത്തിലുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഫതാവ റഷീദിയിലും ഉണ്ട് ആ ആശയം, പല പുസ്തകങ്ങളിലുമുണ്ട്. നിങ്ങൾ നോക്കൂ, സുആൽ, ചോദ്യം, യാ റസൂലല്ലാഹ് दूर से या नजदीक कब्र शरीफ से पुकारना जायज है या नहीं? ദൂരത്തുനിന്നോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫിന്റെ അടുത്തുനിന്നോ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കൽ അത് ജായിസാണോ അല്ലേ? ജവാബ്, മറുപടി, जब अंबिया अलैहिमुस्सलातु वस्सलाम को इल्मुल गैब नहीं है तो या रसूल अल्लाह कहना भी नाजायज है, नाजायज होगा. अगर ये अकीदा करके कहे कि वो दूर से सुन्नत है बिसबब इल्म, दूर से सुनते हैं बिसबब इल्मुल गैब तो खुद कुफ्र है. എന്താ പറഞ്ഞത്? അമ്പിയാക്കൾ ജബ് അമ്പിയ അലൈഹിസ്സലാത്തു വസ്സലാം കോ ഇൽമുൽ ഗൈബ് നഹീ ഹേ തോ, അമ്പിയാക്കൾക്ക് ഗൈബ് അറിയാൻ കഴിയാതിരിക്കുമ്പോൾ യാ റസൂലുള്ളാഹ് കഹിനാ ബി നജായിദ് ഹോഗാ, യാ റസൂലുള്ളാഹ് എന്ന് പറയാൻ പാടില്ല, വിളിക്കാൻ പാടില്ല. അങ്ങനെ വിളിച്ചാൽ, ഈ അഖീദ വെച്ചുകൊണ്ട് വിളിച്ചാൽ ആ വിളി തന്നെ ഖുദ് കുഫ്ർ ഹേ, ആ വിളി തന്നെ കുഫ്റാണ് എന്ന് പച്ചയായി എഴുതി വച്ചിരിക്കുകയാണ്. അത് മലയാളത്തിലേക്കും ആ ആശയം പകർത്തിയിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട തബ്ലീഗുകാര, ഇതാണ് തബ്ലീഗിന്റെ യഥാർത്ഥ നേതാക്കൾ അവരുടെ മലയാള പുസ്തകത്തിലും ഉർദു പുസ്തകത്തിലും അവരുടെ അഖീദയായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അഖീദ സുന്നത്ത് ജമാഅത്തിന് ഘടകവിരുദ്ധമാണ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാ റസൂലല്ലാഹ് എന്ന് അടുത്തുനിന്ന് വിളിച്ചവർ, ദൂരത്തുനിന്ന് വിളിച്ചവർ, ജീവിച്ചിരിക്കുമ്പോൾ വിളിച്ചവർ, വഫാത്തായതിനു ശേഷം വിളിച്ചവർ, കൊട്ടക്കണക്കിന് ഹദീസുകൾ. ഞാൻ ഇന്നലെ പള്ളിപ്പുറത്ത് ഇതുപോലെ നടത്തിയൊരു മുഖാമുഖത്തിൽ വെച്ച്, പള്ളിപ്പുറത്ത് മുജാഹിദ് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണല്ലോ കണ്ണൂരിന്റെ അടുത്ത് പള്ളിപ്പുറത്ത്. ഒരു പറ്റം മുജാഹിദിന്റെ പ്രവർത്തകർ വന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂല് വഫാത്തായതിനു ശേഷം ദൂരത്തുനിന്ന് ഏതെങ്കിലും ഒരു സഹാബിയോ ഏതെങ്കിലും ഒരു മനുഷ്യരോ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം തേടിയത് ഏതെങ്കിലും ഒരു സഹീഹായ സംഭവത്തിലൂടെ കാണിക്കാൻ പറ്റുമോ?
മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്റെ ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിച്ചിട്ട് സഹീഹാണെന്ന് പറഞ്ഞ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു തന്റെ മുസന്നഫിൽ ഉദ്ധരിച്ചുകൊണ്ട് സഹീഹാണെന്ന് പറഞ്ഞ ഹാഫിദ് ഇബ്നു കസീർ, അതേ ഇബ്നു ശൈബിയുടെ ശിഷ്യനായ ഇബ്നു കസീർ തങ്ങൾ തന്റെ അൽ ബിദായത്തു വൽ ഇന്തിഹായിൽ ഉദ്ധരിച്ചുകൊണ്ട് സഹീഹാണെന്ന് രേഖപ്പെടുത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായ വിശ്വവിഖ്യാതമായ സംഭവം ഞാൻ അങ്ങ് ഉദ്ധരിച്ചിട്ട് ചോദിച്ചു, മോനെ ഇത് തെളിവാണോ? അയാൾ അവിടുന്ന് പെരകി. അയാൾ പറഞ്ഞു അത് വേണ്ട. അതെന്തേ? അതിനെപ്പറ്റി ഇപ്പം പറയാം, സഹിയാണെന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ സഹിയാണെന്ന കിതാബ് കാണിച്ചു കൊടുത്തു. മണിക്കൂറുകളോളം അതിന്മേലായിരുന്നു പിന്നെ ചർച്ച. അങ്ങനെ അവസാനം സഹീഹല്ല എന്ന് നിങ്ങൾ തെളിയിക്കോ? അതിന് രേഖയൊന്നുമില്ല. സഹീഹാണെങ്കിൽ അംഗീകരിക്കോ? അതിന് ജവാബുമില്ല. അപ്പൊ ആളുകൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു. എങ്ങനെയൊക്കെയോ അത് അവിടെ ഒതുക്കി നിർത്തി. ബൈലക്സിലൂടെ, നമ്മുടെ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലോകം അത് കേട്ടു. അങ്ങനെ തബ്ലീഗുകാർ വഹാബികൾ ദൂരത്തൊക്കെ ഓടി വന്ന് എങ്ങനെയൊക്കെയോ അവരെ തട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. തുടർന്ന് സംസാരിക്കാൻ തയ്യാറല്ല. ഞാൻ പറയട്ടെ, മുഴുക്ക ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ യാ റസൂലല്ലാഹ് എന്ന് അള്ളാഹുവിന്റെ റസൂല് വിളി കേൾക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞ, ഖബറിന്റെ അടുത്ത് വന്ന് പറഞ്ഞ, ദൂരത്തു നിന്ന് പറഞ്ഞ കൊട്ടക്കണക്കിന് ഹദീസുകൾ തബ്ലീഗുകാരെ നിങ്ങൾക്ക് വേണോ? ഞങ്ങൾ കാണിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ തരാൻ തയ്യാറാണ്. കിതാബ് വേണോ? കിതാബുണ്ട്. ഇനി കുറിപ്പ് മതിയോ? ഒക്കെ ഞങ്ങൾ കാണിക്കാൻ തയ്യാറാണ്. അത് പറയാനാ തബ്ലീഗുകാരെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ഒളിച്ചോടരുത്. ഇനി ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇനി ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ റസൂലിനെ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും, കാഫിറായി പോകുമെന്ന വിശ്വാസം വെച്ച് പുലർത്തുന്ന തബ്ലീഗുകാർ, ഇത് അപകടമാണ്. ഈ വിശ്വാസം അപകടമാണ്. ഇനി നിങ്ങൾ നോക്കൂ, തബ്ലീഗുകാരൻ എഴുതിയതാണ്. ഇതേ പുസ്തകത്തിന്റെ 144 പേജിൽ പറയുകയാണ്. ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതേ പുസ്തകത്തിന്റെ 144 പേജിൽ പറയുകയാണ്. എന്താ പറയുന്നത്? അജ്മീർ സാലാർ മസ്ഊദിന്റെ കബറിടം പോലുള്ള കബറിടങ്ങളിലേക്ക് തങ്ങളുടെ ആവശ്യം തേടി പോകുന്നവർ കൊലപാതകം, വ്യഭിചാരം പോലുള്ള വൻ പാപങ്ങളെക്കാൾ ഗൗരവമുള്ള കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. ലാത്തയോ ഉസ്സയോ ആരാധിക്കുന്നവനോടും സ്വയം നിർമ്മിത വസ്തുക്കളെ പൂജിക്കുന്നവരോടും മാത്രമേ ഇവരെ ഉപമിക്കാൻ കഴിയുകയുള്ളൂ. തബ്ലീഗുകാര, ഇത് വഹാബികൾ പറയുന്നത്. നിങ്ങൾ നാളെ മുതൽ ഇങ്ങനെ പറയണം. നിങ്ങളെ നേതാക്കളുടെ പുസ്തകത്തിൽ ഇതാ ഉള്ളത്. നിങ്ങൾ അതിനെതിരാണെങ്കിൽ ഈ തബ്ലീഗിൽ നിങ്ങൾ നിൽക്കുന്നതിൽ നിങ്ങൾക്ക് ഗുണമില്ല. ഇതാണ് തബ്ലീഗിന്റെ അഖീദ. 19-ാം മൈലിലുള്ള പ്രിയപ്പെട്ട തബ്ലീഗുകാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. മട്ടന്നൂരിലുള്ള, പൊറോറയിലുള്ള, തില്ലങ്കേരിയിലുള്ള പ്രിയപ്പെട്ട തബ്ലീഗുകാരെ പറ്റിയല്ല പറയുന്നത്. അവരിതൊന്നും അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരെ വെള്ളത്തിലിറക്കിയിട്ട് വെള്ളത്തിൽ അടിയിൽ തീ വെച്ച് ചൂടാക്കി അവസാനം കെണിയുകയാണ്. അവരെ ആദർശത്തിലേക്ക് മെല്ലെ മെല്ലെ കൊണ്ടുപോവുകയാണ്. വളരെ പച്ചയായി മലയാളത്തിൽ എഴുതിയിരിക്കുകയാണ്. അജ്മീർ സാലാർ മസ്ഊദിന്റെ കബറിടം പോലുള്ള സ്ഥലങ്ങളിലേക്ക് തങ്ങളുടെ ആവശ്യം തേടി പോകുന്നവർ കൊലപാതകം, വ്യഭിചാരം പോലുള്ള വൻ പാപങ്ങളെക്കാൾ ഗൗരവമുള്ള കുറ്റകൃത്യമാണ് ചെയ്യുന്നത്. ലാത്തേയോ, അപ്പൊ വ്യഭിചാരത്തിനേക്കാളും വലിയൊരു കുറ്റം ഹറാമെന്നേ വരുള്ളൂ. അല്ല, ലാത്തേയോ ഉസ്സയോ ആരാധിക്കുന്നവനോടോ, ലാത്തനെയും ഉസ്സനെയും ആരാധിക്കൽ ശിർക്കാണ്. അവൻ മുശ്രിക്കാണ്, അവൻ ബിംബാരാധകനാണ്. ലാത്തയും ഉദ്ദയും ഒരു പറ്റത്തിന്റെ ദേവങ്ങളാണ്. വത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹ എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച ആ ഇലാഹുകളാണ് ലാത്തയും ഉസ്സയും. അവരോടാണ് ഇവരെ ഉപമിക്കേണ്ടത്. സ്വയം നിർമ്മിത വസ്തുക്കളെ പൂജിക്കുന്നവരോട് മാത്രമേ ഇവരെ ഉപമിക്കാൻ പറ്റുകയുള്ളൂ എന്ന് വളരെ കൃത്യമായി മലയാളത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഈ മലയാളത്തിന്റെ എഴുത്തിന് ആധാരമായി ഉർദുവിൽ ഞാൻ നേരത്തെ പറഞ്ഞ റഷീദിന്റെ ഫതാവ റഷീദിയിലും റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ ഫതാവ റഷീദിയിലും സമാനമായ ധാരാളം ഗ്രന്ഥങ്ങളിലും കാണാം. ഈ പുസ്തകത്തിൽ തന്നെ അടുത്ത പേജിൽ 137-ാമത്തെ പേജിലും ഈ ആശയം പറയുന്നുണ്ട്. എന്താ പറയണത്? മുസ്ലിം സമുദായത്തെ വിശുദ്ധ ഖുർആനിൽ നിന്ന് അകറ്റി പകരം കെട്ടുകഥകളിലേക്കും മാലപ്പാട്ടുകളിലേക്കും തിരുദൂതരിൽ നിന്നും സഹാബത്തിൽ നിന്നും അകറ്റി ദിവ്യന്മാരിലേക്കും പുണ്യാത്മാക്കളിലേക്കും കഅബയിൽ നിന്ന് അകറ്റി ജാറങ്ങളിലേക്കും മഖാമുകളിലേക്കും വഴി നടത്തിയത് ആരായിരിക്കണം? അഥവാ നമ്മുടെ സുന്നികളെ പറ്റി പറയാൻ, അവർ ഖുർആനിൽ നിന്ന് മാറ്റി കെട്ടുകഥകളിലേക്ക്. ഇത് വഹാബികൾ അതേ ഭാഷയാണ്. ഉമർ മൗലവി എഴുതിയത് ഇതേ വരിയാണ്, കെ എം മൗലവി എഴുതിയത് ഇതേ വരിയാണ്, സക്കരിയ സലാഹി എഴുതിയത് ഇതേ വരിയാണ്, ജബ്ബാർ മൗലവി എഴുതിയത് ഇതേ വരിയാണ്. സർവ്വ വഹാബികളുടെയും അതേ ഭാഷ.
നിങ്ങൾ ആലോചിച്ച ഖുർആൻ അകറ്റി മൗലൂദിലേക്ക് എത്തിച്ച് ആണോ? അതാണോ? അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു. നമ്മൾ മദ്രസകളിൽ ഖുർആൻ പഠിപ്പിക്കുന്നില്ലേ? തജ്വീദ് പഠിപ്പിക്കുന്നില്ലേ? ഖുർആൻ സുന്നികൾ ഓതുന്നില്ലേ? ഖുർആനൊക്കെ പൂട്ടിവെച്ചോളൂ, മൗലിദ് ഓതിക്കോളൂ എന്ന് ഏതെങ്കിലും ഒരു സമുദായം ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? പച്ചക്കളവ്, വഹാബികൾ പറയുന്ന കളവ്. ആ കളവാണ് തബ്ലീഗുകാരനും എഴുതി വെച്ചിരിക്കുന്നത്. കഅബയിൽ നിന്ന് അകറ്റി ജാറത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, മൻ ഹജ്ജ ബൈത്തല്ലാഹ്, ഒരാൾ കഅബയിൽ ചെന്നിട്ട് ഫലം യസുർനി, എന്റെ ജാറത്തിലേക്ക് ഒരാൾ വന്നിട്ടില്ലെങ്കിൽ ഫഖദ് ആസാനി ഫഖദ് ജഫാനി. ഹദീസ് സഹീഹല്ല, ലൈഫാണ്. പക്ഷെ ലൈഫായ ഹദീസ് തെളിവിന് പറ്റുമെന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരുപാട് പേജുകൾ, 10-50ഓളം പേജുകൾ പറയുന്നു ലൈഫായ ഹദീസ് ഹുജ്ജത്താണ് എന്ന വസ്തുത സമർത്ഥിക്കാൻ വേണ്ടി 50ഓളം പേജുകൾ ഈ പുസ്തകത്തിൽ തബ്ലീഗുകാരൻ ചെലവഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വഹാബികളെ സഹിയ ഹദീസ് നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശം തന്നെ ഇല്ല, ചോദിക്കാൻ അവകാശമില്ല. വസ്തുത അതാണ്, വസ്തുത അതാണ്. ഇവര് മാത്രമല്ല, തബ്ലീഗുകാരന്റെ ഹദീസ് മുജാഹിദുകാരന്റെ MI സുല്ലമി എഴുതിയ ഒരു പുസ്തകമുണ്ട്, ഹദീസിന്റെ പ്രാമാണികത എന്ന് പറയുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്ത്? ലഈഫായ സഹീഹായ ഹദീസ് മാത്രമല്ല, ഹസനായ ഹദീസും ഹുജ്ജത്താണ്. ഇതൊക്കെ മുസ്ലിം ലോകത്ത് ചർച്ച ചെയ്ത ഇമാമിങ്ങളുടെ സർവ്വഗ്രന്ഥങ്ങളിലും ചർച്ച ചെയ്ത വളരെ വളരെ പ്രസിദ്ധമായ ഹദീസ് ലോകത്ത് വിശ്വവിഖ്യാതമായ ആശയമാണ്. മിസ്കാത്തിന്റെ മുഖദ്ദിമ തൊട്ട് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഇസ്തിലാഹുൽ ഹദീസ് തൊട്ട് നുഖ്ബത്തുൽ ഫിക്ർ തൊട്ട് സർവ്വ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് ഹദീസ് വെറും സഹീഹും ലൈഫും മാത്രമല്ല, ഹസനുണ്ടതിൽ, ഹസനുൽ ലിദാത്തിഹി ഉണ്ടതിൽ, ഹസനുൽ ലിദാത്തിഹി ഉണ്ടതിൽ, ഹസനുൽ ലിഗൈരിഹി ഉണ്ടതിൽ. അങ്ങനെ ധാരാളം ഹദീസുകൾ ഉണ്ട്. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ ആലോചിക്കണം. ഇതാണ് ആ പുസ്തകം. ഹദീസ് പ്രാമാണികത, ക്രോഡീകരണം, വിശ്വാസ്യത. ഞാൻ ഈ വിഷയം ഇന്നലെ പള്ളിപ്പുറത്ത് പറഞ്ഞപ്പോൾ അവർ പറയാം, പേരുണ്ടെങ്കിൽ ആ പുസ്തകം കാണിക്കൂ. ഞാൻ എന്തോ അബദ്ധവശാലെ ഇന്നലെ ബാഗ് എടുക്കാൻ മറന്നു, ഇനിയിപ്പം വീട്ടിൽ മറന്നു വെച്ച പോലെ. ഞാൻ പറഞ്ഞു എന്റെ കയ്യിലുണ്ട്, വേണോ എന്ന് വെച്ചപ്പോൾ തൽക്കാലം ആ വിഷയത്തിന് മുങ്ങി. ധീരതയോടെ പറഞ്ഞാൽ അത് അവർ ഭയപ്പെടും. സത്യത്തിൽ ഈ പുസ്തകത്തിൽ പോലും വളരെ കൃത്യമായി PP മുഹമ്മദ് മദനി മോഹം എഴുതുകയാണ്. എന്താ പറയുന്നത്? ഈ പുസ്തകത്തിന്റെ 62ാമത്തെ പേജിൽ പറയുന്നു, ഹസൻ, ഹസൻ ലിദാത്തിഹി, പ്രബലമായ ഹദീസുകൾ എന്ന ഹസനുൽ ലിദാത്തിഹി, നല്ലത് പ്രബലമായ ഹദീസുകൾ, എന്നാലും പരമ്പരയിൽ ഒരാൾക്ക് അല്പ സൂക്ഷ്മത കുറവുള്ളതാ, അതാണ് ഹസനുൽ ലിദാത്തിഹി. ഹസനുൽ ലിഗൈരിഹി, മറ്റു റിപ്പോർട്ടുകളുടെ പിൻബലത്തോടെ നല്ലതാണെന്ന് പറയാവുന്ന ഹദീസുകൾ, അതായത് നിവേദകന്മാർക്ക് ചെറിയ കുറവുണ്ടെങ്കിലും മറ്റു പരമ്പരകളിൽ ഈ കുറവുകൾ പരിഹരിക്കപ്പെടും. മേൽപ്പറഞ്ഞ ഇനത്തിൽപ്പെട്ട ഹദീസുകൾ സ്വീകാര്യമാണ്. വളരെ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നു. വഹാബികളും നിങ്ങൾ ആലോചിച്ചു, ഇവർ പറയും, നമ്മളോടൊക്കെ പറയും സഹീഹായ ഹദീസുണ്ടോ, സഹീഹായ ഹദീസുണ്ടോ? ഇജ്മാഉ ഖിയാസ് ഒന്നും അവർക്ക് പറ്റൂല. വാദപ്രതിവാദത്തിൽ വന്ന പ്രമാണങ്ങൾ എന്തൊക്കെയാ? ഖുർആൻ സുന്നത്ത് ഇജ്മാഉ ഖിയാസ്. പുറത്തു വന്നാൽ ഖുർആൻ ഹദീസ് മാത്രം. ഈ ഖുർആൻ സുന്നത്ത് മുറുകെ പിടിക്കല, ഇജ്മാഉ ഖിയാസും വലിച്ചെറിയുന്നു അതിന്റെ വായന. പറയുന്നത് തമ്മിൽ വൈരുദ്ധ്യം. ഈ വൈരുദ്ധ്യമാണ് തബ്ലീഗുകാരനും വരാൻ പോകുന്നത്. എന്തുകൊണ്ട്? അവരേറ്റുന്ന ആശയം വഹാബിസമാണ്, തനിച്ച വഹാബിസം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇതിൽ മാത്രമല്ല, തബ്ലീഗുകാരന്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും, തബ്ലീഗുകാരുടെ സർവ്വ ഗ്രന്ഥങ്ങളിലും, പഴയ അവരുടെ ഉറുദു പുസ്തകങ്ങളിൽ മുഴുവനും വളരെ കൃത്യമായി പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ശറഈന് വിരുദ്ധമായ ഒരു കാര്യവും ഇല്ലെങ്കിലും റഷീദ് മൗലവി പറയുകയാണ്, ഫതാവ റഷീദിയിൽ അദ്ദേഹം പറയുകയാണ്, അഖ്ദു മജ്ലിസ് മൗലൂദ് അഗർചെ ഉസ്മേ കോയി അമ്ര ഗൈർ മശ്റൂ നഹോ, ഗൈർ മശ്റൂ എന്ന ശറഈന് വിരുദ്ധമായ ഒരു കാര്യവും നഹോ ഇല്ലെങ്കിൽ പോലും, मगर इहतिमाम व तदाई इसमें भी मौजूद है, लिहाजा उस जमाना है दरस्त नहीं है. അങ്ങനെ ഇല്ലെങ്കിൽ പോലും അത് ഈ കാലഘട്ടത്തിൽ പാടില്ല. വയലാഹാദ ഉറൂസ് കാ ജവാബ് ഹേ, ഉറൂസിന്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ്, ഒരു നിഷിദ്ധവും അതിലില്ല. സിയാറത്തും സുന്നത്തുകൾ മാത്രമേ ഉള്ളെങ്കിലും ഇന്നത്തെ കാലത്ത് ഉറൂസ് പാടില്ല എന്ന് എഴുതി വെച്ച ആശയം മലയാളത്തിൽ പകർത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ ആലോചിച്ചോളൂ,
സമസ്ത പഠിക്കാൻ ഏൽപ്പിച്ച ഉസ്താദുമാർക്ക് ഉറുദു അറിയില്ല എന്ന് ഇവർ പറയണത്. ആയിക്കോട്ടെ, ഉറുദു അറിയണ്ട, അവർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുള്ളൂ. മലയാളത്തിൽ എഴുതി വെച്ചതോ? മലയാളം അറിയില്ല നിങ്ങൾ പറയില്ലല്ലോ. സമസ്തക്കാർക്ക് മലയാളം അറിയില്ല എന്ന് പറയില്ലല്ലോ. ഇനി നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, മൗലിദിനെ പറ്റി വീണ്ടും പറയുകയാണ്, കേട്ടോളൂ നിങ്ങൾ. ഒരു പ്രാമാണിക നബി ചരിത്ര ഗ്രന്ഥത്തിലും നമ്മുടെ പുസ്തകത്തിന്റെ 133 പേജിൽ പറയുകയാണ്, നമ്മുടെ പുസ്തകത്തിന്റെ 133 പേജിൽ പറയുകയാണ്. എന്താ പറയുന്നത്? വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു പ്രാമാണിക നബി ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണാത്ത കെട്ടുകഥകൾ, പ്രവാചകന്റെ പേരിൽ ചുമത്തുന്ന ചില മൗലിദുകളുടെ കർത്താക്കൾ അജ്ഞാതരായതിന്റെ യുക്തിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. ഒരു ചരിത്രത്തിലും കാണാത്ത, ഒരു പ്രാമാണിക നബി ചരിത്രത്തിലും വഹാബികളെക്കാൾ കുറച്ച് മാന്യത പുലർത്തിയിട്ടുണ്ട്. ചരിത്രത്തിൽ കണ്ടാൽ മതി, ചരിത്രം പറയുമ്പേ. ഒരു പ്രാമാണികമായ നബി ചരിത്ര ഗ്രന്ഥത്തിലും കാണാത്ത കെട്ടുകഥകൾ, പ്രവാചകന്റെ പേരിൽ ചുമത്തുന്ന ചില മൗലിദുകളുടെ കർത്താക്കൾ അജ്ഞാതരായതിന്റെ യുക്തിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ, മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിൽ ആരായത് എഴുതിയത് പറഞ്ഞിട്ടില്ല. ഷറഫുലനാവിന്റെ തുടക്കത്തിൽ ആരാണിത് എഴുതിയെന്ന് പറഞ്ഞിട്ടില്ല. അവരജ്ഞാതരായത് ഇതിൽ കെട്ടുകഥയായതുകൊണ്ടാണ് എന്നാ പറയുന്നത്. തീർന്നില്ല. ഖുത്ബിയത്ത്, മുഹിയുദ്ദീൻ മാല തുടങ്ങിയ അജ്ഞാത കൃതികൾ യഥാർത്ഥത്തിൽ ആരുടെ സൃഷ്ടികളാണ്? എന്താ പറഞ്ഞത്? മുഹിയുദ്ദീൻ മാല, ഖുത്ബിയത്തൊക്കെ അജ്ഞാതരായ ആളുകൾ രചിച്ചതാണ്. അതിന്റെ ആളുകൾ ആരാന്നറിയില്ല. എന്തിനായി നോണ പറയുന്നത് പച്ച മലയാളത്തിൽ? ഇത് തബ്ലീഗാരെ പറ്റിക്കാൻ വേണ്ടി പറ്റും. മങ്കൂസ് മൗലൂദ്, അത് മങ്കൂസാക്കി എടുത്തത് മഹാനായ മഖ്ദൂമങ്ങളാണ്. മഖ്ദൂമങ്ങളുടെ ഗ്രന്ഥങ്ങൾ എത്രയോ മഖ്ദൂമിന്റെ ചരിത്രത്തിലുണ്ട്. കേരള ചരിത്രത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് മഖ്ദൂമങ്ങൾ. മഖ്ദൂമങ്ങളുടെ ഒരു കിതാബിന്റെ തുടക്കത്തിലും സാക്ഷാൽ ഫത്ഹുൽ മുഈൻ ഉണ്ടല്ലോ, വിശ്വവിഖ്യാതമായ ഫത്ഹുൽ മുഈൻ ഉണ്ടല്ലോ. ഹിജ്റ 300-കളിൽ തന്നെ ഫാത്തിമികൾ സ്ഥാപിച്ച ലോകപ്രസിദ്ധമായ, ഏറ്റവും കാലപ്പഴക്കം കൊണ്ട് പിന്നിട്ട് നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഈജിപ്തിലെ ജാമിഉൽ അസ്ഹറിൽ പോലും പ്രസിദ്ധമായ, അവിടുത്തെ പാഠ്യപദ്ധതിയിൽ പോലും ഉൾപ്പെടുത്തിയ ബഹുമാനപ്പെട്ട മഖ്ദൂമങ്ങളുടെ ഫത്ഹുൽ മുഈൻ ഉണ്ടല്ലോ. അത് മഖ്ദൂമിന്റേതാണ്, അത് മഅബരിയുടേതാണ്, അത് മലബാരിയുടേതാണെന്ന് ആർക്കും അറിയുന്ന പച്ചമലയാളമല്ലേ. ആ മഖ്ദൂമിന്റെ ഫത്ഹുൽ മുഈനിൽ പോലും രചയിതാവിന്റെ പേരില്ല. ആരാ എഴുതിയത്? മഖ്ദൂമങ്ങൾ എഴുതിയിട്ടില്ല. അത് മഖ്ദൂമുമാരുടെ ഒരു സ്വഭാവമാണ്. അവർ സ്വയം മറിയുകയാണ്, അവർ സ്വയം ഒഴിയുകയാണ്. എന്റെ പേരിലേക്ക് ചേർത്തപ്പെട്ട് എന്റെ പേര് വലുതാകരുത് എന്നവർ ആഗ്രഹിക്കുകയാണ്. ആ സ്വഭാവം കൊണ്ട് മങ്കൂസ് മൗലിദിന്റെ രചയിതാവ് എഴുതിയിട്ടില്ല. അത് മഖ്ദൂമുമാരാണ് അതിന്റെ ആളുകൾ. മഖ്ദൂമുമാരുടെ ചരിത്രം പഠിക്കണം. ഇനി നിങ്ങൾക്കറിയാം, മുഹീദ്ദീൻ മാലിനെ പറ്റി പറഞ്ഞത് പച്ച നോണ, മലയാളം അറിയാത്ത നോണ. മുഹീദ്ദീൻ മാലിന്റെ രചയിതാവിനെ അറിയില്ല എന്ന് പറഞ്ഞാൽ, ഖുത്ബിയത്തിന്റെ രചയിതാവിനെ അറിയില്ല എന്ന് പറഞ്ഞാൽ, മുഹീദ്ദീൻ മാലയുടെ തുടക്കത്തിൽ തന്നെ കാണാം, കണ്ടന്നറിവാളൻ കാട്ടിത്തേരും പോലെ ഖാദി മുഹമ്മദ് എന്ന് പേരുള്ളോവർ, കോഴിക്കോട്ടത്തൂരാ തന്നിൽ പിറന്നോവർ, കോർവായിതൊക്കെയും നോക്കിയെടുത്തോവർ. പരിശുദ്ധമായ ആ മാലയുടെ തുടക്കത്തിൽ തന്നെ, ഏതൊരു പുസ്തകം നോക്കേണ്ട തുടക്കത്തിൽ നോക്കേണ്ട പേരുണ്ടോ അതും കൂടി നോക്കിയിട്ടില്ല. എന്നിട്ട് പറയാം, മാലന്റെ ആളെ രചയിതാവിനെ കാണുന്നില്ല. അത് മുങ്ങിക്കളഞ്ഞത് അജ്ഞാതമായ ചരിത്രമായതുകൊണ്ടാണ്, തട്ടിപ്പായ ചരിത്രമായതുകൊണ്ടാണ് എന്ന്. കോഴിക്കോട്ട് ഖാദിയായ, കേരളത്തിലെ വിശ്വ പണ്ഡിതനായിരുന്ന ബഹുമാനപ്പെട്ട ഖാദി അബ്ദുൽ അസീസിന്റെ പൊന്നുമോൻ, കോഴിക്കോട്ട് കുറ്റിച്ചിറ പള്ളിയുടെ മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന 400 കൊല്ലം മുമ്പ് ഇവിടെ ജീവിച്ച വലിയ പണ്ഡിതനായ മനുഷ്യൻ ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദാണ്. മുഹീദ്ദീൻ മാലയുടെ രചയിതാവ് എന്ന് അച്യുതാനന്ദൻ അറിയാം, പിണറായി വിജയൻ അറിയാം, തോമസിന് അറിയാം, ഇവിടെയുള്ള സർവ്വ BJP-ക്കാർക്ക് പോലും അറിയാം. എന്നിട്ട് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്താ ഞാൻ അച്യുതാനന്ദനെ പറയാൻ കാരണം? വർഗീയത പറയുന്നോ പൊളിറ്റിക്കൽ പറയുന്നതല്ല. അദ്ദേഹം ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സമയത്ത് ചെയ്തൊരു സേവനം എടുത്ത് പറയുകയാണ്. മുഹീദ്ദീൻ മാലയുടെ 400-ാം വാർഷികം ആഘോഷിച്ചിട്ടുണ്ട്, അതിന്റെ 8 വർഷം മുമ്പ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ അത്ര പരസ്യമായി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. സാഹിത്യകാരന്മാർ മുഹീദ്ദീൻ മാലയുടെ രചനയെ പറ്റി ഒരുപാട് ചർച്ച ചെയ്തു. സാഹിത്യകാരന്മാരുടെ ലേഖന സമാഹാരം മുഹീദ്ദീൻ മാല ചരിത്രം വർത്തമാനം എന്ന് പറയുന്ന പുസ്തകം, അതൊക്കെ മലയാളത്തിലെ ഒരു വഖത്ത് നിസ്കാരം ഇന്നുവരെ എന്താണെന്നറിയാത്ത മുസ്ലിം സാഹിത്യകാരന്മാരും അതുപോലെ എത്രയോ ഹൈന്ദവ സാഹിത്യകാരന്മാരൊക്കെ എഴുതിയതാണ് മുഹീദ്ദീൻ മാലയുടെ സാഹിത്യത്തെ സംബന്ധിച്ച്. ആരാണ് എഴുതിയതെന്നൊക്കെ ഇതും കൂടി അറിയാഞ്ഞിട്ട് മറച്ചു വെക്കുകയോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതെന്തൊരു ഏർപ്പാടാണ്. ഇനിയും തീർന്നില്ല. നിങ്ങൾ നോക്കൂ, ഈ പുസ്തകത്തിന്റെ 153-ാമത്തെ പേജിൽ പറയുകയാണ്. എന്താ പറയുന്നത്? അള്ളാഹുവിനോട് മാത്രം ചോദിക്കൽ. ശ്രദ്ധിച്ചോളൂ, അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുമ്പോൾ
ഈ ഔലിയാക്കളോട് നിരുപാധികം സഹായം തേടാമെന്ന സങ്കീർണവും അപകടകരവുമായ വിശ്വാസമാണ് ഇവർക്കുള്ളത്. ഇവർ എന്ന് പറഞ്ഞാൽ സുന്നികളെ സംബന്ധിച്ചാണ് പറയുന്നത്. പറഞ്ഞു വരുന്നത് അതാണ്. വളരെ ദീർഘമായിട്ട് പറയാം. അഹമ്മദ് റളാൻ ഖാനെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും പറഞ്ഞു വരികയാണ്. അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുമ്പോൾ ശരിയാണ്, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ചോദ്യമുണ്ട്. അതെന്താണ്? അള്ളാഹുവാണെന്ന വിശ്വാസത്തോടെ ചോദിക്കുന്ന ചോദ്യം അള്ളാഹുവിനോടേ ചോദിക്കാൻ പറ്റൂ. ഒരു ചെരുപ്പ് ചോദിക്കാൻ ഇലാഹാണെന്ന വിശ്വാസത്തിൽ അള്ളാഹുവിനോടേ പറ്റൂ. അതേത് കാര്യവും. നേരെ മറിച്ച് അള്ളാഹുവല്ല, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന നിലക്ക് അടിമനോട് ചോദിക്കാൻ പറ്റാത്തൊരു കാര്യവും ഇസ്ലാമിലില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് മഴ ചോദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയല്ലോ മഴ പെയ്യിപ്പിക്കുന്നത്. അൻതും അൻസൽതുമൂഹു അം നഹ്നുൽ മുൻസിലൂൻ, മഴ പെയ്യിപ്പിക്കുന്നത് ഞാനല്ലേ എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞിട്ടുണ്ട്, ഇസ്തസ്ഖി ലിഉമ്മതിക ഫഇന്നഹും ഖദ് ഹലകൂ, ഈ ഉമ്മത്തിന് ഇസ്തസ്ഖി, നിങ്ങൾ വെള്ളം വാങ്ങിത്തരണം നബിയേ, ഈ ഉമ്മത്തിന് മഴ വേണം നബിയേ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി പറയാണ്, അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി, നബിയേ ഞാൻ ചെയ്ത തെറ്റുകൾക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നു, റസൂലേ അങ്ങയോടും തൗബ ചോദിക്കുന്നു എന്ന് ആയിഷ ബീവി അള്ളാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ നിന്ന് ദീൻ പഠിച്ച ലോകത്തെ വനിതകളുടെ താരമായി പ്രോജ്വലിച്ചു നിന്ന ആയിഷ ബീവി പറഞ്ഞ സംഭവം ഇമാം ബുഖാരി ഉദ്ധരിക്കുമ്പോൾ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുമ്പോൾ, ലക അസ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി ഇർതകബ്തു അലൽ ഖതാ, ഞാൻ ഒരുപാട് ദോഷങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് നബിയെ അങ്ങയോട് ആവലാതി ബോധിക്കുന്നു എന്ന ഏറ്റവും ചെറിയ ഏറ്റവും സിമ്പലായ പദം ഉപയോഗിച്ചതിന്റെ പേരിൽ ശിർക്ക് ആരോപിക്കുന്ന വഹാബിസം, ആ വഹാബിസത്തിന് കടുത്ത തിരിച്ചടി കൊടുത്തുകൊണ്ട് ആയിഷ ബീവി പറയാണ്, എന്റെ ദോഷത്തിൽ നിങ്ങളോട് ആവലാതി ബോധിക്കുന്നു എന്നല്ല, അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി, തൗബ ചോദിക്കുകയാണ്, ദോഷം പൊറുക്കാൻ തൗബ ചോദിക്കുകയാണ് റസൂലുള്ളാഹിനോട്. ഇത് റസൂലുള്ളാഹിനോട് ചോദിക്കേണ്ട ചോദ്യമല്ല, അള്ളാഹിനോട് ചോദിക്കേണ്ട ചോദ്യമാണ് എന്നാരെങ്കിലും പറയോ? എന്താ സംഭവം എന്നറിയാം, അതും കൂടി കേൾക്കണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ആയിഷ ബീവിന്റെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ അതിനു മുമ്പ് വലിയൊരു വിപ്ലവം നടന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ മഹദി ആയിഷ ബീവിന്റെ അടുത്തേക്ക് ഒരു പുതപ്പ് വെക്കുന്ന ആള് വന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ല, ഇപ്പൊ മഴ പിടിക്കുമ്പോൾ രാജസ്ഥാനികൾ വരും. മദീനത്ത് വന്നത് രാജസ്ഥാനി എന്നല്ല, വേറെ ഏതോ ഒരു സ്ഥാനിയാണ്. ആയിഷ ബീവി നല്ലൊരു പുതപ്പ് നോക്കി സെലക്ട് ചെയ്ത് പുതിയാപ്പിള വരുമ്പോഴത്തേക്ക് വീട്ടിൽ അലങ്കരിക്കാൻ വേണ്ടി നല്ലൊരു വിരിപ്പ്. അതില് ഒരു ഒട്ടകമുണ്ടായിരുന്നു, ഒരു കുതിരയുണ്ടായിരുന്നു, ചിറകുള്ള കുതിര. സാധാരണ കുതിരക്ക് ചിറകുണ്ടാവില്ല, എന്നാൽ ചിറക് വരച്ച ഒരു കുതിരന്റെ ചിത്രം അതിൽ വരച്ചിരിക്കുന്നു. പേന കൊണ്ട് വരച്ചതല്ല, നൂല് കൊണ്ട് വരച്ചതാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലാമ നവവി അവിടുത്തെ ശറഹ് മുസ്ലിമിൽ പറയുന്നു, നൂല് കൊണ്ടുണ്ടാക്കിയതാണ്. നൂല് കൊണ്ടുണ്ടാക്കുമ്പോൾ അത് തടവിയാൽ ലഭ്യമാണ്, തടവുമ്പോൾ നമ്മുടെ കയ്യിൽ പതിയുക എന്നത് സ്വാഭാവികമാണ്. ആ വിധി ആയിഷ ബീബി അവിടെ തൂക്കി, മനോഹരമായി തൂക്കിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ചു, മടങ്ങിപ്പോവാൻ നിൽക്കുക. ഇതൊരു തെറ്റാണ്. ഇത് റസൂലുള്ളാഹിനോടല്ല ഈ തെറ്റ് ചെയ്തിട്ടുള്ളത്, ഇത് അള്ളാഹുവിനോട് ചെയ്തും തെറ്റാണ്. അള്ളാഹു താല പറഞ്ഞു, ലഅനല്ലാഹുൽ മുസബ്ബിരീൻ, മുഹമ്മദ് മുസ്തഫ അള്ളാഹു താല ശപിച്ചിട്ടുണ്ട് സൂറത്തുണ്ടാക്കുന്ന ആളുകളെ. ഈ തെറ്റാണ് ആയിഷ ബീവി ചെയ്തിട്ടുള്ളത്, അറിയാതെ ചെയ്തു പോയതാണ്, റസൂലുള്ളാഹിനോട് ചെയ്ത തെറ്റല്ല. ഉടനെ ആയിഷ ബീവി തൗബ ചെയ്യുന്നത് അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി കേൾക്കണോ, അള്ളാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചിട്ടില്ലേ? സ്വർഗത്തിലെ ഉന്നത പദവി ചോദിച്ചിട്ടില്ലേ? അള്ളാഹുവിന്റെ റസൂലിനോട് വെള്ളം ചോദിച്ചിട്ടില്ലേ? അള്ളാഹുവിന്റെ റസൂലിനോട് രോഗം ഭേദപ്പെടുത്തി തരാൻ വേണ്ടി ചോദിച്ചിട്ടില്ലേ? മാരകമായ ദുരന്തത്തിൽപ്പെട്ടവർ ഉസീബ സലമ സലബത്തിന് കുത്തേറ്റുകൊണ്ട് കുത്തിയ വാളിന്റെ മറ്റേ അഗ്രം ശരീരത്തിന്റെ മറുഭാഗത്തുകൂടി പുറത്തെത്തിയ രക്തം നിർഗളിച്ച് മരണപ്പെടുമെന്ന്, രക്ഷപ്പെടൂലെന്ന്
എന്ന് സർവരും വിധി പ്രഖ്യാപിക്കുന്ന അതീവ ഗുരുതരമായ കേസിൽ സലമത്ത് റളിയല്ലാഹു അൻഹു നബിയോട് വന്നിട്ട് പറഞ്ഞു, നബിയേ എന്നെ രക്ഷപ്പെടുത്തി തരണം. അള്ളാഹുവിന്റെ റസൂൽ എന്നെ ഉമനീര് കൊണ്ട് തടവി, എന്നെ ഊതി ഫമസ്തഖൈതു ഹത്ത സാഅ, ഇന്നേ വരെ ഒരു വേദന എനിക്കില്ല, ഇന്നേ വരെ ഒരടയാളം എനിക്കില്ല എന്ന് സലമത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രോഗം വന്ന മെഡിക്കൽ കോളേജിലേക്ക് ഡോക്ടറെ എടുത്താ വേണ്ടത്. ഇത് വളരെ സീരിയസ് കേസാ, വേഗം പോകണം. മംഗലാപുരത്തേക്കോ അല്ലെങ്കിൽ കോഴിക്കോടൊക്കെ വേഗം പോകേണ്ട കേസാണ്. സലമ റളിയല്ലാഹു അൻഹു വേഗം ഓടി മദീനത്തെ പള്ളിയിലേക്ക്. ആടെ അവരുള്ളത് മെഡിക്കൽ കോളേജ്. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് സഹായം തേടുന്നത് മുഅ്ജിസത്ത് കൊണ്ട് സഹായം തേടുകയാണ്. മുഅ്ജിസത്ത് കൊണ്ട് നബി തങ്ങൾ സഹായിക്കലുണ്ട് എന്നത് വളരെ പ്രസിദ്ധമാണ് സഹാബത്തിന്റെ ഇടയിൽ. അതുകൊണ്ട് വന്നതാണ്. ഇത് സഹാബത്തിന്റെ ജീവിതത്തിൽ വളരെ പ്രസിദ്ധമാണ്. ഇതാണ് തബ്ലീഗുകാരൻ പറയുന്നത്, അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുമ്പോൾ. അങ്ങനെയാണോ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്? അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ എന്ന്? അങ്ങനെയാണെങ്കിൽ തബ്ലീഗുകാർ നമ്മുടെ മുഖാമുഖത്തിൽ പങ്കെടുക്കില്ല. കാരണം മുഖാമുഖത്തിൽ ചോദ്യം ചോദിക്കലാണല്ലോ. ഞാനേതായാലും അള്ളയല്ല. അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ, അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഔലിയാക്കളോട് നിരുപാധികം സഹായം തേടാമെന്ന സങ്കീർണം അപകടകരവുമായ വിശ്വാസമാണ് സുന്നികൾക്കുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. മാത്രമല്ല, വളരെയേറെ സ്ഥലങ്ങളിൽ ഈ ആശയം മാറ്റി മാറ്റി എഴുതിയിട്ടുണ്ട്. സമയം പരിമിതമായതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇസ്തിഗാസനെ സംബന്ധിച്ച്, മഹാന്മാരോട് സഹായം തേടുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ആശയം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇനി ഈ പുസ്തകത്തിന്റെ 245 പേജിൽ പറയുകയാണ്. എന്താ പറയണമെന്നറിയോ? മൗലിദ് പാരായണം പുണ്യമായതും ബറക്കത്തായതുമാണെന്നും റബീഉൽ അവ്വലിനെ പ്രമാണിച്ച് നടത്തൽ ബിദ്അത്തുൻ ശർഈനെതിരാണെന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞു എന്ന് പറയുന്നത് ഈ കുറിപ്പിലാണ്. റഷീദ് അഹമ്മദ് ഗംഗോഹിയുടെ ഫതാവ റഷീദിയായ എന്ന് പറയുന്ന പുസ്തകത്തെ വിശദീകരിച്ചുകൊണ്ട് പറയാണ്, മൗലിദ് പാരായണം പുണ്യമായതും ബറക്കത്തായതുമാണ്. തബ്ലീഗുകാർ കേട്ടോളൂ, മൗലിദ് പാരായണം പുണ്യമുണ്ട്, ബറക്കത്തുണ്ട്. എന്നാൽ റബീഉൽ അവ്വലെ പ്രമാണിച്ച് നടത്തൽ ബിദ്അത്തുൻ ശർഈനെതിരാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. റബീഉൽ അവ്വൽ മൗലിദ് ഓതിക്കൂടാ, റബീഉൽ ആഖിറിൽ ഓതിക്കോളി. എന്താണ് ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ തന്നെ തിരിഞ്ഞില്ല, പിന്നെ നമുക്ക് തിരിയോ? ഒന്നും കൂടി പറയാം. മൗലിദ് പാരായണം പുണ്യമായതും ബറക്കത്തായതുമാണെന്നും റബീഉൽ അവ്വലിനെ പ്രമാണിച്ച് നടത്തൽ ബിദ്അത്തുൻ ശർഈനെതിരാണെന്നും കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഇത് ഈ പുസ്തകത്തിന്റെ ഫതാവ റഷീദിയിൽ നിന്ന് ഞാൻ നേരത്തെ വായിച്ച വാചകമാണ്. അദ്ദേഹം എഴുതിയ ആ വാചകത്തിന്റെ തൊട്ടടുത്തുള്ള വരികളതാണ്. റബീഉൽ അവ്വലിൽ അതിനൊരു പ്രത്യേകതയുണ്ടെന്ന് കരുതി അത് കഴിക്കൽ ബിദ്അത്താണ് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു മശ്റൂഅൻ ശർഈന് വിരുദ്ധമായ ഒരു കാര്യമില്ലെങ്കിൽ പോലും അത് ചെയ്യരുത് എന്നും എഴുതിയിട്ടുണ്ട്. അത് മറച്ചു വെക്കുകയാണ്. അത് മറച്ചു വെച്ചിട്ട് ഇതേ ഉള്ളൂ എന്ന്. ഇത് തന്നെ തെറ്റാണ്. റബീഉൽ അവ്വലിന് ഖാസായി തന്നെ മൗലിദാഘോഷം സുന്നത്താണെന്ന്, അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ മൗലിദിനെ ഇഹ്തിഫാൽ ചെയ്യൽ സുന്നത്താണെന്ന്, ആഘോഷിക്കൽ സുന്നത്താണെന്ന് ശാഫിഈ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ വളരെയേറെ കിതാബുകളിൽ 7 or 8 ഉദ്ധരണികൾ, കിതാബിന്റെ ഉദ്ധരണികൾ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ശാഫിഈ മദ്ഹബിലെ ഇയാനത്തിൽ, ഇമാം സുയൂത്തിയുടെ ഹാബിയിൽ, ബഹുമാനപ്പെട്ട ഇബ്നു ഖാസിമിന്റെ ശറഹുത് തുഹ്ഫി, ബഹുമാനപ്പെട്ട അല്ലാമ ശിർവാനി തുടങ്ങിയ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ശാഫിഈ മദ്ഹബിന്റെ ഇമാമുകൾ, ഹനഫി മദ്ഹബിന്റെ ഇമാമുകൾ അവരൊക്കെ പറയുമ്പോൾ പറയാം, റബീഉൽ അവ്വലിന് ഖാസായിട്ടാണെങ്കിൽ അത് റബീഉൽ അവ്വൽ പാടില്ല, റബീഉൽ ആഖിറിൽ ചൊല്ലിക്കോളി. എന്തൊരു വൈരുദ്ധ്യമാണിത്! മൗലിദിനെ കുറിച്ച് തബ്ലീഗുകാരന്റെ വിലയിരുത്തലാണിത്. ഇനി തീർന്നില്ല, ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല തബ്ലീഗിന്റെ ആശയങ്ങൾ. ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ പള്ളിയിൽ വെള്ളിയാഴ്ച ഖുതുബ ഓതുമ്പോൾ ഖതീബ് വാളെടുക്കലുണ്ട്. വെള്ളിയാഴ്ച ഖതീബ് ഖുതുബ ഓതുമ്പോൾ വാളെടുക്കലുണ്ട്. അതിന് ഹദീസാണ് തെളിവ്. ശാഫിഈ മദ്ഹബിൽ അത് പ്രചാരം നേടിയതാണ്. ഇബ്നു ഹജർ തങ്ങൾ തന്റെ തുഹ്ഫയിൽ പോലും രേഖപ്പെടുത്തിയതാണ്. എന്നാൽ ശാഫിഈ മദ്ഹബിലെ സർവ്വഗ്രന്ഥങ്ങളിൽ പറഞ്ഞതാണ് വാള് സുന്നത്താണ്. വാള് അതൊരു വടിയാവാം, അതൊരു മരത്തിന്റെ വാളാവാം, ഏതോ ആവാം. വളരെ പ്രത്യേകമായി കിതാബുകൾ എടുത്തു പറഞ്ഞതാണ്. എന്നാൽ നമ്മുടെ തബ്ലീഗുകാരൻ പറയാണ്, ചില ആൾക്കാർ അലി റളിയല്ലാഹു അൻഹു പടച്ചവനാണെന്ന് വാദിച്ചു.
ഞാൻ നിങ്ങളെ തീയിലിട്ട് ചുട്ടുകൊല്ലുമെന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ പറഞ്ഞു, താങ്കൾ പടച്ചവനാണെന്ന് ഇപ്പോൾ നല്ലതുപോലെ ബോധ്യമായി. കാരണം തീ കൊണ്ട് സൃഷ്ടിക്കുന്നത് പടച്ചവനാണല്ലോ. തിരിഞ്ഞിട്ടില്ല. കുറച്ച് ആളുകൾ അലിയാർ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പടച്ചവനാണ്. അപ്പൊ അലിയാർ തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ തീ കൊണ്ട് സൃഷ്ടിക്കും. അങ്ങനെ പറഞ്ഞാൽ കാരണം ഗുരുതരമായ കേസാണല്ലോ. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ പടച്ചവനാന്ന് ഉറപ്പായി. കാരണം തീ കൊണ്ട് സൃഷ്ടിക്കലാരാ? പടച്ചവനാണല്ലോ. ആ കക്ഷികൾ, അങ്ങനെ പറഞ്ഞ ആളുകൾ പല വിഭാഗങ്ങളായി പിരിഞ്ഞു. അവരിൽ ഹസബിയ എന്നൊരു വിഭാഗമുണ്ടായി. മരം കൊണ്ട് മാത്രമേ യുദ്ധം ചെയ്യാൻ പാടുള്ളൂ എന്നായിരുന്നു അവരുടെ വാദം. നമ്മുടെയൊക്കെ പല മിമ്പറുകളിലും മരത്തിന്റെ വാൾ അങ്ങനെയാണ് കടന്നു വന്നത്. നിങ്ങൾ ആലോചിച്ച് തബ്ലീഗുകാരൻ പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദര, ഇതിനെ തീർന്നില്ല. നമ്മളെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളുടെ തുഹ്ഫയിൽ പോലും പറഞ്ഞൊരു മസലയാണ്, ജുമുഅക്ക് ശേഷം 7 ഫാത്തിഹ, 7 ഇഖ്ലാസ്, 7 മുഅവ്വിദതൈനി ഓതുന്ന മസല സബഇയ്യാത്ത് എന്ന് പറയാം. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തന്റെ തുഹ്ഫയിൽ പറയുകയാണ്, 2ാമത്തെ ജുസിയിൽ 464ാമത്തെ പേജിൽ, ഫായിദ വറദ അന്ന മൻ ഖറഅ അഖിബ സലാമിഹി മിനൽ ജുമുഅ, ജുമുഅ കഴിഞ്ഞ ഉടനെ ഖബല അൻ യസ്നിയ റിജ്ലഹ്, കാലിനെ മടക്കുന്നതിന് മുമ്പ്, കാലിനെ നിവർത്തുന്നതിന് മുമ്പ് ഒരാൾ പറഞ്ഞാൽ അൽ ഫാത്തിഹ വൽ ഇഖ്ലാസ് വൽ മുഅവ്വിദതൈൻ സബ്അൻ സബ്അൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, മുൻ കഴിഞ്ഞു പോയ വരാൻ പോകുന്നതുമായ എല്ലാ ചെറുപാപങ്ങളും പാപങ്ങളും പൊറുക്കാൻ നിമിത്തമാണ്. ജുമുഅ കഴിഞ്ഞ ഉടനെ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഫാത്തിഹ 7 തവണ, ഇഖ്ലാസ് സൂറത്ത് 7 തവണ, മുഅവ്വിദതൈൻ 7 തവണ ഓതിയാൽ എന്ന് ഇബ്നു ഹജർ തങ്ങൾ തന്റെ തുഹ്ഫയിലടക്കം പറഞ്ഞതും നമ്മുടെ പള്ളികളിലൊക്കെ നിലനിന്നു വരുന്നതുമായ ഒരു ആചാരമാണ്. പല പള്ളികളിലും, എല്ലാ പള്ളികളിലും ഉണ്ടെന്നൊന്നുമല്ല, പഴയ പല പള്ളികളിലും കാണാം. കളിപ്പറമ്പ് പഴയ ജുമാഅത്ത് പള്ളിയിൽ, അതുപോലെ ചപ്പാരപ്പടവിലെ പഴയ ജുമാഅത്ത് പള്ളിയിൽ, അങ്ങനെ കുറച്ച് പള്ളിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വെളിയമ്പറ പള്ളിയിലുണ്ട്, പഴയ പള്ളിയാണ്, നാട്ടിലെ പള്ളിയിലാ. ശരി. അപ്പൊ അങ്ങനെ പല സ്ഥലങ്ങളിലുമുള്ള ഒരു ആചാരമാണ്. ഇതിനെപ്പറ്റി തബ്ലീഗുകാരൻ പറയാം. വേറെ ചില സ്ഥലങ്ങളിൽ ജുമുഅയ്ക്ക് ശേഷം ഇരുന്ന ഇരിപ്പിൽ 7 ഫാത്തിഹയും 7 ഇഖ്ലാസും 7 മുഅവ്വിദതൈനിയും ചൊല്ലുന്ന പതിവുണ്ടായിരുന്നു. പാറക്കടവത്ത് ഖാദിയായിരുന്നു അതിന്റെ നിർമ്മാതാവ്. ഇത് മൂപ്പര് പെട്ടതാ. ഇതൊരു ജമാഅത്തുകാരനുണ്ട്, മൊയ്തു മൗലവി, മൂപ്പര് പണ്ട് തട്ടിവിട്ടതാ. അത് അങ്ങനെ തന്നെ ഇവരും തട്ടിവിട്ടു. കോപ്പിയടി. പാറക്കടവ് ഖാദിയെല്ലാം ജനിക്കുന്നതിന്റെ 100 നൂറ്റാണ്ട് മുമ്പ് ഇബ്നു ഹജർ തങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. സുഹൃത്തെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മൗദൂദ് മൗലവി എഴുതിയത് അങ്ങനെ തന്നെ പകർത്തി എഴുതിയതാണ്. അദ്ദേഹം അങ്ങനെ വകിടായി ഇങ്ങനെ വിട്ടതാണ്. ആ വിട്ടത് അദ്ദേഹം അറിയാതെ പകർത്തി എഴുതി. ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളൊന്ന് പരിശോധിക്കണ്ടേ. പാറക്കടവ് ഖാദിയൊക്കെ ജനിക്കുന്നതിന്റെ 100 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വളരെ പ്രചാരം നേടിയ ഒരു സംഭവമാണിത്. ഇനി നിങ്ങൾ നോക്കൂ, തബ്ലീഗുകാരന്റെ ആശയ സ്രോതസ്സുകൾ ആരൊക്കെയാണ്? മുജാഹിദിന്റെ അതേ സ്രോതസ് തന്നെ. മുജാഹിദുകൾക്ക് ആശയം കേരളത്തിൽ പകർന്നു കിട്ടിയത് സൗദിയിലെ വഹാബിസത്തിൽ നിന്നല്ല. സൗദിയിലെ വഹാബിസം ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിൽ നിന്നുള്ള 3 ആളുകളെ ഇവിടുത്തെ മലബാർ കലാപത്തിൽ ഒളിച്ചോടിയ മൗലവിമാർ അവരുമായി ബന്ധപ്പെട്ട് അങ്ങനെ അവരിൽ നിന്നാണ് കിട്ടിയത്. സലാം സുലമയ്ക്ക് വളരെ വ്യക്തമായി പറയുന്ന ക്ലിപ്പുകളൊക്കെ വേണേ കാണാൻ കഴിയും. എന്തായാലും പറയണമെന്നറിയോ, സലാം സുലമി പറയുന്നുണ്ട്, നമുക്ക് തൗഹീദ് പഠിപ്പിച്ചത് 3 ആളുകളാണ്. റഷീദുർ റിള, അതുപോലെ തന്നെ ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു. അവരാണ് കേരളത്തിൽ ബിദ്അത്ത് കൊണ്ടുവന്ന ആളുകൾ. ആ 3 ആളുകളെ പറ്റി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒന്നും വിട്ടിട്ടില്ല. വഹാബിസ് ഒന്നുപോലും ഒഴിവാക്കിയിട്ടില്ല ഈ പുസ്തകത്തിൽ. ഇതിന്റെ 354ാമത്തെ പേജിൽ പറയുകയാണ്. നിങ്ങൾ വിചാരിക്കേണ്ട ഇത് മാത്രമാണെന്ന് രേഖ, ഒരുപാട് രേഖകൾ അവിടെയുണ്ട്. ഇത് പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയതുകൊണ്ട് പറയാം. മലയാളത്തിലുള്ള ഖുർആൻ വ്യാഖ്യാനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ചോദിച്ചിരിക്കുന്നുണ്ട് വായിക്കാൻ. സയ്യിദ് ജമാലുദ്ദീൻ അഫ്ഗാനി അടിമുതൽ മുടി വരെ അമലിന്റെയും പ്രബോധനത്തിന്റെയും ഒരു ജ്വലിച്ചു നിൽക്കുന്ന ജ്വാലയായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി. 1ാം തരം വഹാബി. അയാളെ പറ്റി പറയാം. ഇതിന് ശേഷം പറയുന്നുണ്ട്, അതേപോലെ തന്നെ അദ്ദേഹം അഫ്ഗാൻ മുതൽ തുർക്കി വരെ നീണ്ടു പരന്നു കിടക്കുന്ന ഇസ്ലാമിക ലോകത്തുള്ള മുസ്ലിമുകളിൽ ഇസ്ലാമിക ആവേശത്തിന്റെയും ഐക്യത്തിന്റെയും തിരകൾ അഴിച്ചുവിട്ടു. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈ കർമ്മനിരതയുടെയും അവിശ്രമ ജീവിതത്തിന്റെയും ഏറ്റവും വലിയ പ്രേരക ശക്തി അദ്ദേഹത്തിന്റെ ദിക്റും ആന്തരിക ശക്തിയുമായിരുന്നു. കാരണം ഇവ രണ്ടുമില്ലാതെ പലർക്കും വിരുദ്ധവും നിരാശാജനകവുമായ അവസ്ഥയിൽ നിരന്തരമായ പരിശ്രമത്തിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമാകാതെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പിൻഗാമിയായ ഷെയ്ഖ് റഷീദുർ റിളയും ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിന്റെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു. അപ്പം ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു തുടങ്ങിയ ആളുകൾ, നിങ്ങളറിയോ, ഈ റഷീദുർ റിള, മുഹമ്മദ് അബ്ദു, ജമാലുദ്ദീൻ അഫ്ഗാനി, ഈ 3 ആളുകൾ റഷീദുർ റിളയുടെ അൽമനാർ എന്ന് പറയുന്ന ഗ്രന്ഥം,
റഷീദ് റിളയുടെ അൽമനാർ എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥമാണ് ഏതാണ്ട് പറഞ്ഞാൽ ഇന്നത്തെ വഹാബിസത്തിന്റെ സർവ്വ തൗഹീദ് ബുക്കിനും അവലംബം. അൽമനാറിന്റെ ഒരുപാട് ഉദ്ധരണികൾ ഇബാദത്തിന് മുതൽ കള്ളാർത്ഥം അവർ കൊടുത്തു. ഇബാദത്തിന് ആദ്യമായി മുസ്ലിം ലോകത്തിന് വിരുദ്ധമായ, ഇസ്ലാമിക ലോകം പഠിപ്പിച്ചതിന് വിരുദ്ധമായ ആശയം പറഞ്ഞത് റഷീദ് റിളയുടെ അൽമനാറിലാണ്. എന്താ? അദൃശ്യമാർഗത്തിലൂടെ ഗുണമുണ്ട് ദോഷമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒന്നിനെ ബഹുമാനിക്കുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്ന ഇന്നത്തെ വഹാബിസത്തിന്റെ ഇബാദത്തിന്റെ നിർവചനത്തിന്റെ സ്രോതസ് റഷീദ് റിളയാണ്. ആ റഷീദ് റിള അദ്ദേഹത്തെ പറ്റി വാഴ്ത്തി പറയുകയാണ്. അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഗൾഫ് സലഫികൾക്ക് പോലും പറ്റാത്ത ആളെയാണ്. സലഫികൾ രണ്ട് ജാതിയുണ്ട്. കേരള സലഫികളുണ്ട്, ഗൾഫ് സലഫികളുണ്ട്. കേരളത്തിലെ സലഫികൾ ഇത്രയും വിഭജിക്കാൻ കാരണം ഗൾഫ് സലഫിസം കേരള സലഫിസുകൾ അറിഞ്ഞുകൊണ്ടാണ്. ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്തു, മൗലവിമാരൊക്കെ നെറ്റ് ഓപ്പൺ ചെയ്ത് കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഗൾഫ് സലഫിസം അവർ പഠിച്ചു. സക്കരിയ സലാഹിനെ പോലുള്ള പുതിയ പുതിയ ഡോക്ടറേറ്റ് നേടാൻ പഠനം നടത്തിയപ്പോൾ ആ പഠനത്തിൽ ഗൾഫ് സലഫിസത്തെ പറ്റി അറിഞ്ഞപ്പോഴാണ് അവർക്ക് ജിന്നിൽ വിശ്വാസമുണ്ട്, അവർക്ക് സിഹിറിൽ വിശ്വാസമുണ്ട്, അവർക്ക് പലതിലും ഇവർ തള്ളുന്ന പല കണ്ണേറിലും വിശ്വാസമുണ്ട് എന്ന തിരിച്ചറിവിലൂടെ എത്തുകയും അങ്ങനെ ഗൾഫ് സലഫിസം കേരള സലഫിസമാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തത്. അതാണ് വഹാബിസത്തിന്റെ പൊട്ടിപ്പുളർപ്പിന് കാരണം. ഇന്ന് 8 or 10 ഗ്രൂപ്പാണ്. ആശയം ചോരാതെ പറഞ്ഞാൽ പണ്ട് അബ്ദുള്ള കോൺഗ്രസ് പിളർന്ന് പുല്ലാണ് അച്ഛനും മക്കളും പുല്ലാണ് എന്ന് കരുണാകരനെതിരെ കോൺഗ്രസുകാർ ജാഥ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് കോളമിസ്റ്റ് അബ്ദുള്ള എഴുതി. എന്താ എഴുതിയത്? അയ്യോ എന്നെ കോൺഗ്രസ് എന്ന് വിളിക്കല്ലേ എന്ന തലക്കെട്ടിൽ ഒരു ലേഖനം എഴുതി തേജസ് മാസികയിൽ. ഞാൻ പറയുന്ന കോൺഗ്രസുകാർ നന്നായി വളരെ ഉഷാറായി പണിയെടുക്കുകയാണ്. സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ അടുത്ത ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി അതിശീഘ്രം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ അത് മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്ന ഇന്ന് വഹാബികളാണ്. 8 or 10 ഗ്രൂപ്പുകൾ. ഓത്തുള്ളയോട് വിനയപരിസരത്തോടെ പറയട്ടെ, നിങ്ങൾ എഴുതണം അയ്യോ എന്നെ മുജാഹിദ് എന്ന് വിളിക്കല്ലേ. അത്രയും ഗ്രൂപ്പുകളാണ്. ഈ ഗ്രൂപ്പിന് കാരണം ഗൾഫ് സലഫിസമാണ്. കേരള സലഫികളുടെ കൊടിയ ശത്രുവായി പരിചയപ്പെടുത്തുന്നുണ്ട് റഷീദ് റിളയെ. ആ റഷീദ് റിളയെ വാരിപ്പുണരാനാണ് തബ്ലീഗുകാർ ശ്രമിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരുടെ തുറപ്പിന്റെ അതിൽ മാത്രമല്ല തബ്ലീഗുകാർ ഇവിടെ പ്രചരിപ്പിച്ച പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ പുസ്തകങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. എന്താ പുസ്തകം? തർജമത്ത് തഫ്സീറുൽ മനാർ. അല്ലാമ റഷീദ് റിള എഴുതിയ പുസ്തകം തർജമത്ത് തഫ്സീറുൽ മനാർ. തഫ്സീറുൽ മനാറിന്റെ തർജുമ. ഏതാ തഫ്സീറുൽ മനാർ? ഈ പുസ്തകം. കള്ള ഇബാദത്ത് ചേർത്ത, ഇബാദത്തിന് നിർവചനം കള്ളമായി പഠിപ്പിച്ച എത്രയോ വിദ്യാർത്ഥികൾ കുത്തിനിറച്ച ഈ പുസ്തകം അത് തർജ്ജമ ചെയ്തിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ് ഞങ്ങളുടെ പണി എന്ന് ഇതിൽ അവകാശപ്പെടുന്നു. ഞങ്ങൾ പറയുന്ന വിദേഹത്തിന്റെ പ്രചാരം അത് തന്നെയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഇങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ആ പുസ്തകങ്ങൾ ഇവിടെ നിങ്ങൾ നോക്കൂ. ഈ കാണുന്ന പുസ്തകം മആരിഫുൽ ഖുർആൻ, ഇതിന്റെ അറബിയിലെ പേരാണ്. തഫ്സീർ മആരിഫുൽ ഖുർആൻ എന്ന പേരിൽ ഇതിനെ മലയാളത്തിലേക്കും എഴുതി. ആരാണ് മആരിഫുൽ ഖുർആൻ എഴുതിയത്? മൗലാന മുഫ്തി മുഹമ്മദ് ഷഫീ റഹ്മഹുല്ലാഹ്. അവരെഴുതിയ പുസ്തകം ആരാ പരിഭാഷപ്പെടുത്തിയത്? മുഫ്തി മുഹമ്മദ് ഷഫീ എഴുതിയ പുസ്തകം പരിഭാഷപ്പെടുത്തിയത് ഹാഫിദ് അബ്ദുൽ കരീം മൗലവി അൽ ഖാസിമി. ആരാണ് അദ്ദേഹം? തബ്ലീഗിന്റെ വലിയൊരു കോളേജിന്റെ പ്രിൻസിപ്പളാണ്. കൗസരിയ കോളേജിന്റെ പ്രിൻസിപ്പളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ പുസ്തകം 6 വാല്യമുള്ള ഈ ഖുർആൻ പരിഭാഷ, ഈ ഖുർആൻ പരിഭാഷയുടെ പരിഭാഷ, ഉറുദുവിലെ പുസ്തകം മലയാളത്തിലേക്ക് എഴുതിയ പരിഭാഷ, ഈ പരിഭാഷയിൽ പറയുകയാണ്. വളരെ കൃത്യമായി നമ്മൾ ഓരോന്നും പരിശോധിച്ച് നോക്കണം. ധാരാളം വിഷയങ്ങളുണ്ട്. നേരത്തെ വായിച്ച പുസ്തകത്തിൽ ഇനിയും വായിക്കാനുണ്ട്. ഞാൻ സമയം ചുരുങ്ങിയത് കൊണ്ട് വിഷയം ചുരുക്കിക്കൊണ്ടുവരികയാണ്. ഈ പുസ്തകത്തിന്റെ ഈ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ 4ാം വാല്യത്തിൽ പറയുകയാണ്. എന്താ പറയുന്നത്? ഇതിന്റെ 146-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിനെ പറ്റി കേട്ടോളൂ. ഖുർആൻ പരിഭാഷയിൽ വരെ കുത്തി നിറക്കാൻ. യേശു ക്രിസ്തുവിന്റെ ജന്മദിനത്തെ ക്രൈസ്തവർ അവരുടെ പെരുന്നാൾ ദിനമായി കൊണ്ടാടി. അതിനെ മാതൃകയാക്കി റസൂലുള്ളാഹിയുടെ ജന്മദിനം നബിദിനം എന്ന പേരിൽ ചിലർ ആഘോഷമാക്കി. നിങ്ങൾ ആലോചിക്കൂ, ക്രിസ്ത്യാനികളിൽ നിന്ന് പകർന്നു വന്നതാണ്. നമ്മുടെ നബിദിനം എന്ന് സമർത്ഥിക്കാൻ വേണ്ടി 2ഓളം പേജിൽ തുടർന്ന് അത് എഴുതുകയാണ്. റബീഉൽ അവ്വലിലെ മൗലിദിനെ എതിർക്കാൻ വേണ്ടി
ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പരിഭാഷയിൽ പോലും വളരെ കൃത്യമായി എഴുതുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ജന്മദിനം കൊണ്ടാടൽ അത് കടുത്ത തെറ്റാണ്, അത് ക്രിസ്ത്യാനിസമാണ് എന്ന്. മാത്രമല്ല ഈ പുസ്തകത്തിന്റെ 143 പേജിൽ പറയുകയാണ്. എന്താ പറയണെന്നറിയോ? ഇതിന്റെ 143 പേജിൽ പറയുന്നത്, മക്കാ മുശ്രിക്കുകൾ, കേട്ടോളൂ ശരിക്കും, മക്കാ മുശ്രിക്കുകൾ തങ്ങളുടെ വിഗ്രഹത്തിന്റെ നാമത്തിൽ അറുക്കാറുണ്ടായിരുന്നു. വിവരമില്ലാത്ത ചിലർ ശൈഖന്മാരുടെ പേരിലും അറുക്കാറുണ്ട്. ആട്ടിനെ പട്ടിയാക്കി പിന്നെ പേപ്പട്ടിയാക്കി പിന്നെ അടിച്ചു കൊല്ലുന്ന ഏർപ്പാടുണ്ടല്ലോ, ആ പരിപാടി. മുഹിയുദ്ദീൻ ശൈഖിന്റെ പേരിൽ ബിസ്മി ശൈഖ് മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞ ആരെങ്കിലും അറുക്കാറുണ്ടോ? ഉണ്ടോ? ഇന്നേവരെ അങ്ങനെ പറയാൻ തന്നെ കിട്ടൂല. കേരള മലയാളികൾക്കും അറബിയക്കാർക്കും അറിയില്ല. ഇന്നേവരെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ മുഹിയുദ്ദീൻ ശൈഖിന്റെ പേരിൽ അറക്കുക എന്ന് പറഞ്ഞാൽ, മുഹിയുദ്ദീൻ ശൈഖിന്റെ പേരിൽ നേർച്ചയാക്കൊക്കെ പറഞ്ഞാൽ എന്താണ് അത് പറഞ്ഞതിന്റെ അർത്ഥം? മുഹിയുദ്ദീൻ ശൈഖിനാണോ നേർച്ചയാക്കുന്നത്? അല്ല, നേർച്ച അള്ളാഹുവിനാണ്. ആ നേർച്ചയുടെ പ്രതിഫലം മുഹിയുദ്ദീൻ ശൈഖിന് ഹദിയ ചെയ്യുന്നു എന്നാണ് അതിനർത്ഥം. വണ്ടിയോടെ ഒന്ന് നിർത്തടോ, ഞാൻ പള്ളിക്കേരി ഒന്ന് മൂത്രയ്ക്കട്ടെ എന്ന് പറഞ്ഞാൽ പള്ളിക്കേരി മൂത്രയ്ക്കാൻ പറ്റുമോ? ഡ്രൈവർ തല്ലരുത് ഉസ്താദിനെ. എന്തുകൊണ്ട്? പള്ളിക്കേരി മൂത്രയ്ക്കരുത് ഉസ്താദെ എന്ന് മസാല പറയുന്നത് ആവശ്യമില്ല. പള്ളിക്കേറി മൂത്രയ്ക്കട്ടെ എന്ന് പറഞ്ഞാൽ പള്ളിയുടെ അടുത്തുള്ള മൂത്രപ്പുരയിൽ കയറി മൂത്രയ്ക്കട്ടെ എന്നതിന്റെ മയൻ. അത് ഉറുഫും മാറൂഫും മുത്താറഫുവ എന്നതുപോലെ മുഹിയുദ്ദീൻ ശൈഖിനെ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ മുഹിയുദ്ദീൻ ശൈഖിനല്ല നേർച്ച, അത് പാടില്ല. നേർച്ച അറക്കപ്പെടുന്നത് അള്ളാഹുവിനാണ്. അതിന്റെ സവാബ് മുഹിയുദ്ദീൻ ശൈഖിലേക്ക് ഹദിയ ചെയ്യുകയാണ്. സവാബ് ഹദിയ ചെയ്യാൻ പറ്റുമോ? പറ്റുമെന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ? വിശുദ്ധ ഹദീസുകൾ പറയുന്നില്ലേ? വല്ലദീന യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് ഒരു സഹാബി വന്ന് ചോദിക്കുന്നത് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ ഇന്ന ഉമ്മീ മാതത് ഫുജ്അ. നബിയേ, എന്റെ ഉമ്മ പെട്ടെന്നാണ് മരിച്ചുപോയത്. എന്റെ ഉമ്മക്കൊന്ന് ആലോചിക്കാനോ ചിന്തിക്കാനോ സമയം കിട്ടിയിരുന്നെങ്കിൽ എന്റെ ഉമ്മ സദഖ ചെയ്യുമായിരുന്നു നബിയേ, വസിയത്ത് ചെയ്യുമായിരുന്നു നബിയേ, ദാനം ചെയ്യുമായിരുന്നു നബിയേ. അതുകൊണ്ട് അഫഅതസദ്ദഖു അൻഹാ, എന്റെ മരണപ്പെട്ട ഉമ്മാന്റെ പേരിൽ ഞാൻ സദഖ ചെയ്യട്ടെയോ നബിയേ എന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സദഖ ചെയ്തോ എന്നും നിങ്ങളുടെ ഉമ്മാന്റെ പേരിൽ ഒരു കിണർ കുഴിച്ചോ എന്നും പറയുകയും ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു കിണർ കുഴിച്ചുകൊണ്ട് ഹാദാ ഉമ്മി സഅദ്, ഹാദാ ലി ഉമ്മി സഅദ്, ഹാദാ ലില്ലാ എന്നല്ല, ഇത് അല്ലാഹുവിന് എന്നല്ല പറഞ്ഞത്. ഹാദാ ലി ഉമ്മി സഅദ്, ഇത് സഅദിന്റെ ഉമ്മാക്കാണ്, ഇത് മുഹിയുദ്ദീൻ ശൈഖിന്റെ പേരിലാണ് എന്ന് പറയുന്നത് പോലെ ഹാദാ ലി ഉമ്മി സഅദ്, ഇത് സഅദിന്റെ ഉമ്മാന്റെ പേരിലാണ് എന്ന് പറഞ്ഞാൽ ഇത് അറക്കുന്നത് അല്ലാഹുവിനാണ്. അല്ലാഹുവിനല്ലാതെ ഉമ്മാക്ക് അറക്കാൻ പറ്റൂലല്ലോ. പക്ഷേ ഈ അറക്കുന്നത് അല്ലെങ്കിൽ ഈ കിണർ കുഴിക്കുന്നത് അല്ലാഹുവിനാണ്. അതിന്റെ പ്രതിഫലം സഅദിന്റെ ഉമ്മാക്ക് എന്നാണ് പറഞ്ഞതിനർത്ഥം. അതിനെയാണ് തബ്ലീഗുകാരൻ ശിർക്കാണെന്ന് ഈ പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട്, എന്താ പറയണത്, മക്കാമുകളിൽ ആരെങ്കിലും, നിങ്ങൾ നോക്കൂ ഈ പുസ്തകത്തിൽ ഖുർആൻ വ്യാഖ്യാനത്തിന് സൂറത്ത് അൻആം 15-ാമത്തെ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ്. ഈ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ 5-ാം വാള്യത്തിൽ പറയുകയാണ്. അതിന്റെ 73-ാമത്തെ പേജിൽ അൻആം സൂറത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് നേരത്തെ ഞാൻ വായിച്ച ആശയം അഥവാ ഇസ്തിഗാസയത്. ഇന്ന് മുസ്ലിങ്ങളിൽ ധാരാളം ആളുകൾ തനിക്ക് എന്തെങ്കിലും വിപത്തുകൾ എത്തുമ്പോൾ അല്ലാഹുവിനെ വിളിക്കുകയും അവരോട് സഹായമർത്ഥിക്കുകയും ചെയ്യും. ഇന്ന് മുസ്ലിങ്ങളിൽ ധാരാളം ആളുകൾ തനിക്ക് എന്തെങ്കിലും വിപത്തുകൾ എത്തുമ്പോൾ അല്ലാഹുവിനെ വിളിക്കുകയും അവനോട് സഹായം തേടുകയും ചെയ്യുന്നതിന് പകരം മറ്റ് പലതിനെയും വിളിക്കുകയും അവരോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു വിഷമം എത്തുമ്പോൾ അല്ലാഹനെ വിളിച്ചൂടൂ എന്ന് പറയുന്ന വഹാബിവാദം അങ്ങനെ ഇസ്ലാമിലില്ല. വിഷമെത്തുമ്പോൾ വിഷമെത്താതിരിക്കുമ്പോഴും ഏത് സമയത്തും അല്ലാഹനെ വിളിച്ചോടും, വേറെ ആരെയും വിളിക്കരുത് എന്ന് പറഞ്ഞാൽ ഇലാഹാണ് നിനക്ക് അല്ലാഹനെ വിളിച്ചോടും. അല്ലാതെ ഒരു വിഷമത്തുനിന്ന് സഹായിക്കാൻ തൊട്ടടുത്തുള്ള ആളെ സഹായത്തിന് വിളിക്കരുത് എന്നോ, അല്ലെങ്കിൽ തൊട്ടടുത്ത് ആരും ഇല്ലെങ്കിൽ മഹാന്മാരും അമ്പർത്ത് തങ്ങൾ വന്ന് സഹായിക്കുമെന്ന് നിനക്ക് സഹായത്തിന് വിളിക്കരുത് എന്നോ, ബദരീങ്ങൾ സഹായിക്കുമെന്ന് നിനക്ക് സഹായത്തിന് വിളിക്കരുത് എന്നോ ഇസ്ലാം പഠിപ്പിക്കണില്ല. വിളിക്കാമെന്ന ഇസ്ലാം പഠിപ്പിക്കണം. നിങ്ങൾ നോക്കൂ, മഹാനായ മുഹമ്മദ് മുസ്തഫ
തങ്ങൾ പറയാൻ ഈ സംഗതി തന്നെ തബ്ലീഗുകാരൻ എഴുതി അതേ പോയിന്റ് ആ വാക്ക് വിടാതെ നബി പറയാൻ ഇദാ അദല്ല അഹദുക്കും അൻ തരീഖിൻ ഔ അറാദ അഹദുക്കും ഔനൻ, നിങ്ങൾ ആരെങ്കിലും ഒരു സഹായം ഉദ്ദേശിച്ചാൽ ആഗ്രഹിച്ചാൽ വഹുവ ബി അർളി ഫലാ, മരുഭൂമിയിലാണ്, ലാ യുറാ ബിഹാ അഹദുൻ, ആരാരുമില്ലാത്ത മരുഭൂമി, കുടുങ്ങിയിട്ട് പ്രയാസപ്പെടുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് സഹായം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫല്യുനാദി, അവൻ വിളിച്ചു പറയട്ടെ, യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ, അല്ലാഹുവിന്റെ സാലിഹികളായ ജിന്നുകളെ, സാലിഹികളായ മലക്കുകളെ, സാലിഹികളായ മുഅ്മിനീങ്ങളുടെ അർവാഹികളെ എന്ന് അയാൾ വിളിക്കട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് ഒരാൾക്കും തള്ളാൻ കഴിയൂല. ഇതിന് ചില റിവായത്തുകൾ ലൈഫുണ്ട്, അത് എടുത്തിട്ട് പറയാം ലൈഫാണ് പച്ച എന്നാണ് പറയാൻ. യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ, ഇത് ഒരു പടി റിവായത്തിലൂടെ വന്ന ഈ റിവായത്തുകൾ മുഴുവനും ഹദീസിനെ തള്ളാൻ വേണ്ടി മാത്രം ഭൂലോകത്തെ ജനിച്ചു വീണ ഒരു സാധനമുണ്ട്. ആ മനുഷ്യന്റെ ബുക്ക് വായിച്ചിട്ട് ഡോക്ടറേറ്റ് കിട്ടിയൊരു മൗലവിയുണ്ട് കേരളത്തിൽ. എല്ലാ മുജാഹിദുകളും പുറത്താക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരു മൗലവി, സക്കരിയ സലാഹി. അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയത് ഈ മനുഷ്യന്റെ പുസ്തകം വായിച്ചു പഠിച്ചിട്ട്. ഏതാണ് ആ പുസ്തകം, ഏതാണ് ആ മനുഷ്യനെന്നറിയോ? ആ മനുഷ്യന്റെ പുസ്തകമാണ് സിൽസിലത്തുൽ അഹാദീസിൽ ലഈഫ വസ്സഹീഹ എന്ന് പറയുന്ന ഗ്രന്ഥം. അൽബാനി, സോറി എപ്പോഴും പറയുന്ന മറന്നുപോലല്ലോ അല്ലേ, അൽബാനിയുടെ സിൽസിലയുടെ 2ാം വാല്യം 111-ാമത്തെ പേജ് ചർച്ച ഞാൻ ഈ ഓതി വെച്ച ഹദീസ്. മരുഭൂമി കുടുങ്ങിയ, ആരാരും സഹായിക്കാനില്ലാത്ത വിജനമായ സ്ഥലത്ത് കുടുങ്ങിയ ഒരു മനുഷ്യൻ അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന സമയത്ത് സഹായം ആവശ്യപ്പെടുന്ന അവസ്ഥയിൽ അയാൾ ആരെ വിളിക്കണമെന്ന് പുണ്യനബി പഠിപ്പിച്ച ഹദീസ്. ഹദീസിന്റെ റിവായത്തുകൾ മുഴുവൻ എടുത്തു വെച്ചിട്ട് അൽബാനി പറയാൻ ബസാറിന്റെ സനദിലൂടെ വന്നൊരു റിവായത്തുണ്ട്, അത് സ്വീകാര്യ യോഗ്യമാണ്. മാത്രമല്ല ഈ ഹദീസ് വഹാബികൾക്ക് നെഞ്ചത്ത് കൈകെട്ടാൻ പഠിപ്പിച്ച ഷൗക്കാനി ഉണ്ടല്ലോ, ആ ഷൗക്കാനിയുടെ തുഹ്ഫത്തുൽ സാക്കിരീൻ എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ വഫീഹി, ഈ ഹദീസിൽ നിന്ന് നിഷ്പദിക്കാം ജവാസുൽ ഇസ്തിആസതി ബിമൻ ലാ യറാഹുൽ ഇൻസാൻ മിനൽ മലായിക വസാലിഹിൽ ജിന്ന്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയാൻ ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന ഗുണപാഠം, ഈ ഹദീസിൽ നിന്ന് സംഗ്രഹിക്കപ്പെടുന്ന ആശയം, നമ്മൾ കാണാത്ത അദൃശ്യമാർഗത്തിലൂടെ, അസാധാരണ മാർഗത്തിലൂടെ മഹത്തുക്കളോട് സഹായം തേടാം. എന്ന് തുടർന്ന് ഹദീസ് പറയുകയാണ്, നമ്മൾ കാണാത്ത അടിമകളുണ്ട് അല്ലാഹുവിനെ എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ വളരെ കൃത്യമാണ് ഈ ഹദീസുകളൊക്കെ പഠിപ്പിക്കുന്നതാണ്. മാത്രമല്ല ഇനി ഈ ഖുർആൻ വ്യാഖ്യാനത്തിൽ പറയാണ്, മിഠായി പലഹാരങ്ങൾ മുതലായവ ഹിന്ദുക്കൾ വിഗ്രഹങ്ങൾക്ക് വേണ്ടിയും വിവരമില്ലാത്ത ചില മുസ്ലിമീങ്ങൾ മഹാത്മാക്കളുടെ മഖബറകളിലേക്കും കാണിക്കയായി നൽകാറുണ്ട്. പണ്ഡിതന്മാർ ഇതിനെ വമാ ഉഹില്ല ബിഹി ലിഗൈരില്ല എന്നതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഭക്ഷിക്കുന്നത് ശിർക്കാണ്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. ഇതിന്റെ മആരിഫുൽ ഖുർആന്റെ 2ാം വാല്യം, മആരിഫുൽ ഖുർആന്റെ 2ാം വാല്യം വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പുസ്തകത്തിന്റെ 52-ാമത്തെ പേജിൽ, മആരിഫുൽ ഖുർആന്റെ 2ാം വാല്യം 52-ാമത്തെ പേജിൽ. ഇനി നോക്കൂ നിങ്ങൾ, ഇനി കുറച്ച് ഇതൊക്കെ നമ്മളിങ്ങനെ വായിക്കുന്നതല്ലേ, അതൊക്കെ കാണണം, കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1-2 ക്ലിപ്പുകൾ, ഒരുപാട് ക്ലിപ്പുണ്ട്. ക്ലിപ്പിട്ടാ ഇവിടെ തീരൂല, മുഖാമുഖം നടക്കൂല എന്നിട്ട് ഞാൻ ആ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതാ. എന്നാലും കുറച്ചൊന്ന് കേൾക്കുക ഇല്ലേ. പെണ്ണുങ്ങൾക്ക് കുറച്ച് പറഞ്ഞാൽ പോരാ, കുറച്ച് കാണും കൂടി വേണ്ടി വരും. നമ്മളെ തലശ്ശേരിയിൽ ചെറുക്കൽ പള്ളിയിലെ ഇമാമ് പള്ളിയിൽ നിന്ന് ക്ലാസ് എടുക്കുന്ന ചില ക്ലാസ്സുകളാണ് ഇനി നിങ്ങളെ ശ്രദ്ധയിൽ കേൾക്കാൻ പോകുന്നത്. കേട്ടോളൂ നിങ്ങൾ. തനി വഹാബിസം, മരിച്ചെടുത്ത് ഖുർആൻ ഓതലാരാ? മരിച്ചെടുത്ത് ഖുർആൻ ഓതൽ സുന്നികളാണ്, അത് പാടില്ല എന്ന് പറയുന്നവർ വഹാബികളാണ്. അദ്ദേഹം പറയുന്നു, ചെറുക്കൽ പള്ളിയിൽ വെച്ച് പാവപ്പെട്ട തബ്ലീഗുകാർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുക. നിങ്ങൾ സുന്നികളാണോ അതോ തബ്ലീഗുകാരാണോ പറയും, നിങ്ങൾ തീരുമാനിക്കും. ഇവിടുന്ന് തീരുമാനമാകണം. പറയട്ടെ. ജീവിച്ചിരിക്കുന്ന ആളുകൊണ്ട് കാണാത്ത ഉണ്ടാകാത്ത ഒരവരാണ് ഖുർആൻ ഓതി പാരായണം ചെയ്ത് അതിയെ ചിന്തിക്കാൻ നബിയിലൊന്നുണ്ടായിട്ടില്ല, സഹാബത്തിനുണ്ടായിട്ടില്ല. നോക്കൂ നിങ്ങൾ, ചെറക്കൽ പള്ളിയിലെ ഇമാം, തലശ്ശേരിയിലെ പള്ളിയിലെ ഇമാം, ചെറക്കൽ പള്ളിയിൽ നിന്ന് ആ ബോർഡുമേൽ എഴുതി വെച്ചിട്ടുണ്ട്. ചെറുക്കര പള്ളി, സോറി, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പരിഹരിക്കപ്പെടണം കേട്ടാ, നാട്ടിന്റെ പേരൊക്കെ മാറിപ്പോവും. അപ്പൊ സ്വാഭാവികമായും തലശ്ശേരിയിലെ ചെറുക്കര പള്ളിയിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇനി തീർന്നില്ല.
ഇതിന് നബിയിൽ നിന്നോ സഹാബത്തിൽ നിന്നോ തെളിവില്ല എന്ന് പറയണം. തെളിവ് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. അറിയില്ല, നിങ്ങൾ തെളിവില്ല എന്ന് പറയണ്ട. ഞങ്ങൾ കോട്ടക്കണക്കിന് തെളിവ് വരാം. തബ്ലീഗുകാർക്ക് വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞുതരാം. ഞങ്ങൾക്കറിയാം, മഞ്ചേരിയിൽ വെച്ച് ഞങ്ങൾ ഇതുപോലൊരു പരിപാടി നടത്തി. എന്റെ വന്യ സുഹൃത്ത് MT അബൂബക്കർ ദാരിമിയും അബ്ദുൽ ഗഫൂർ അൻവരിയും ഈ വിനീതനായ ഞാനും അന്ന് തബ്ലീഗുകാർ കൂട്ടത്തോടെ മഞ്ചേരിയിൽ നിന്ന് ചോദിക്കാൻ വന്നു. ചോദിച്ച ചോദ്യം എന്താണെന്നറിയാം? ഇതന്നെ വഹാബികൾ ചോദിക്കുന്ന അതേ ചോദ്യം. എന്തിനാ അള്ളാനെ വിളിച്ചാ പോരെ? അതേ, അതുകൊണ്ട് തന്നെയാ വഹാബി നിങ്ങളെ പറ്റി പറയണത്. നിങ്ങളെ പിഴവ് അവിടെയാണ് പിഴവ്. മർഹൂം നാട്ടുകവി മൂസ മുസ്ലിയാർ കണ്ണൂരിൽ വെച്ച് തബ്ലീഗിനെ വിശദീകരിക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം മൽഫൂസാത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് തബ്ലീഗുകാർക്ക്. എന്റെ കയ്യിലുണ്ട് ആ പുസ്തകം. മൽഫൂസാത്ത് എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകത്തിന്റെ 90-ാമത്തെ പേജിൽ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ ഇസ്മത്തിന് ഭംഗം വരുത്തുന്ന വാചകങ്ങളുണ്ട്. വളരെ ഗുരുതരമായ ഒരുപാട് വാദങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകത്തിന്റെ ഉദ്ധരണി വായിച്ചപ്പോൾ ഒരു തബ്ലീഗുകാരൻ അവിടുന്ന് ചോദിച്ചതാ, അതിലെന്താ പ്രശ്നം? അള്ളാഹിന്റെ അമ്പിയാക്കന്മാർക്ക് അങ്ങനെ തെറ്റുകൾ ഉണ്ടാവുന്ന കിതാബിലൊക്കെ ഇല്ലേ? ബഹുമാനപ്പെട്ട മൂസ മുസ്ലിയാർ പറഞ്ഞ മറുപടി, അതിനെന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന മാനസിക നിലയിലേക്ക് നിങ്ങൾ എത്തി എന്നത് തന്നെയാണ് പ്രശ്നം. ശരിയാണ്. കാരണം അഹ്ലുസുന്നത്തിന്റെ അഖീദ അമ്പിയാക്കൾ മഅസൂമാണ് എന്നാണ്. ആ ഇസ്മത്തിന് നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇതിൽ പറയാം, അംബിയ അലൈഹിസ്സലാം മഅസൂം അവർ മഹ്ഫൂദായും, അവർ മഅസൂമും മഹ്ഫൂദൊക്കെയാണ്. എന്നിട്ട് ലേക്കിൻ തൊട്ടടുത്ത് പറയാം, और उलूम व हिदायत बराहे हक ताला से हासिल पे हैं. അല്ലാഹുവിൽ നിന്ന് ഇൽമും ഹിദായത്തും ലഭ്യമായവരാണ്. ലേക്കിൻ പക്ഷേ, ഇനി ഇസ്തിദ്റാഖാണ്. ഇനി അടുത്ത വരുന്ന ആശയം ഇതിൽ നിന്ന് പുറത്താക്കാൻ പോവാൻ. എന്താണ് പറയുന്നത്? जब उन तालीमात व हिदायत के तबलीग में हर तरह के लोगों से मिलना जुलना और उनके पास आना जाना होता है, तो उनके मुबारक और मुनव्वर कुलूब पर भी उन अवाम नास की कदूरातों का असर पड़ता है. ജനങ്ങളോടൊപ്പം അവർ കൂടി ചേർന്ന് യാത്ര ചെയ്ത് പോയി വന്ന് അങ്ങനെ മിങ്കിളായി ജനങ്ങളുടെ മാനസങ്ങളിലുള്ള തെറ്റുകൾ അമ്പിയാക്കളുടെ ഹൃത്തടത്തിലേക്കും പരിശുദ്ധ അമ്പിയാക്കളുടെ ഹൃത്തടത്തിലേക്കും ആ തെറ്റുകൾ ഇങ്ങോട്ട് പലരും എന്ന് അമ്പിയാക്കൾക്ക് പറ്റാത്ത ജനങ്ങളോട് എന്ന് പറയുമ്പോൾ അമ്പിയാക്കൾ നന്നാകുകയും അവരെ മഹത്വം കൂടുകയ്യ. ജനങ്ങളെ കദൂറാത്ത് ഇങ്ങോട്ട് പകരല്ലേ, ഇവരെ ഹിദായത്ത് അങ്ങോട്ട് പകരും. അല്ലാതെ ഇങ്ങോട്ട് പകരുമെന്ന് ഏതെങ്കിലും ഒരു ഇമാം അമ്പിയാക്കളെ പറ്റി പറഞ്ഞിട്ടില്ല. അവരുടെ ഇസ്മത്തിന് ഭംഗം വരുന്ന ഈ ആശയം എഴുതി വെച്ചതിനെ പറ്റി പറഞ്ഞ പറയാം. അതിനെന്താ പ്രശ്നം? ഇതന്നെയായിരിക്കും 19-ലും ചോദിക്കാനുണ്ടാവുക എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നിങ്ങൾ അതിനെന്താണ് പ്രശ്നം എന്ന ചിന്തയാണ് വഹാബിസം. അതിനെന്താണ് പ്രശ്നം എന്ന ചിന്തയാണ് വഹാബിസം. അതുപോലെ പറയട്ടെ, മരിച്ചെടുത്ത് ഓതുന്നതിന് എത്ര തെളിവുകളുണ്ട്. മഹാനായ സയ്യിദി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മുത്തബിഉസ്സുന്ന എന്ന പേരിൽ വിശ്രുതനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങളവരുടെ സ്ഥിരം പതിവല്ലേ ഖബറിന്റെ അടുത്ത് പോയി ഖുർആൻ ഓതൽ സ്ഥിരം പതിവാണെന്ന് മഹാനായ ഇമാം നവവി തന്റെ അദ്കാറിൽ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല, മഹാനായ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഒരു യാത്രയിൽ ഏതാനും സഹാബികളും കൂടെയുണ്ട്. ഈ ഹദീസ് ഇമാം ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തിർമിദി, നസായി, മുവത്ത സർവത്തിലും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എല്ലാ ഹദീസിലും അള്ളാഹുവിന്റെ റസൂൽ സഹാബത്ത് ഇങ്ങനെ പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞ് ഈത്തപ്പന മടൽ കൊണ്ടുവരാൻ. വേഗം കൊണ്ടുവന്നു. അതിൽ 2 ചീളാക്കി 2 ഖബറിന്റെ മേൽ അള്ളാഹുവിന്റെ റസൂൽ കുഴിച്ചിട്ടു. അതിനെ കുത്തി, അതിനെ വെച്ചു. കുഴിച്ചിട്ടു, അതിലെ വെച്ചു. സഹാബത്ത് ചോദിച്ചു, നബി അതെന്താണ്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നഹുമാ ലയുഅസ്സബാൻ, ആ 2 ഖബറാളികളും ഖബറിൽ വെച്ച് ശിക്ഷ അനുഭവിക്കുകയാണ്. വമാ യുഅസ്സബാൻ ഫീ കബീർ, എന്നാൽ അവർ ശിക്ഷ അനുഭവിക്കുന്നത് ജനദൃഷ്ടിയിൽ വളരെ ചെറിയ കാര്യത്തിലാണ്. വലിയ കുറ്റമാണ് ആ കാര്യം. അമ്മാ അഹദുഹുമാ, 2-ൽ ഫകാന ലാ യസ്തൻസിഹു മിനൽ ബൗൽ വഫീ റിവായത്തിൽ ലാ യസ്തതിറു മിനൽ ബൗൽ, മൂത്രം ശരിക്കും വൃത്തിയാവൂല. ഞങ്ങൾ ഉസ്താദിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ പേന്റ് ഇട്ടിട്ടാണ് നടക്കല് എന്നർത്ഥം. തിരിഞ്ഞിട്ടില്ല. എന്താണത്? ടൈറ്റ് പിറ്റ് വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകൾ മൂത്രിക്കാൻ വേണ്ടി പോയാൽ സ്വാഭാവികമായും മൂത്രം ശരിക്കും ഉറ്റിത്തീരാൻ പ്രയാസമായിരിക്കും. അല്ലെങ്കിൽ അത് അഴിച്ച് മൂത്രിക്കേണ്ടി വരും. നമ്മളെ കേരളത്തിലെ മൂത്രപ്പുരയിൽ അങ്ങനെ സംവിധാനമൊന്നും ഇല്ലല്ലോ, ഇല്ലേ? UAE-ലൊക്കെ പോകേണ്ടി വരും. അല്ലെങ്കിൽ ശരിക്കും മൂത്രം ഉറ്റിപ്പോകൂല. മൂത്രം ഉറ്റിപ്പോകാതെ തീരാതിരുന്നാൽ പിന്നീട് എഴുന്നേറ്റ് നടക്കുമ്പോൾ തുടർന്ന് മൂത്രത്തുള്ളികൾ വസ്ത്രത്തിലുറ്റും. അങ്ങനെ നജസുമായി നിസ്കരിക്കും. നജസുമായി കയറി നടക്കുമ്പോൾ സ്വാഭാവികമായും ആ സഹാബി അതിൽ പെട്ടുപോയി. അതുകൊണ്ടാണ് ആ മനുഷ്യൻ ശിക്ഷ അനുഭവിക്കുന്നത്. മറ്റേയാളുണ്ടല്ലോ,
ആ മനുഷ്യൻ ഏഷണിയുമായി ഏറ്റു നടക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഖബറിൽ അവർ രണ്ടാളും ശിക്ഷ അനുഭവിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു, ഇതെന്തിനാണ് ഈത്തപ്പനമടകൾ എന്നറിയുമോ? അത് രണ്ടും പച്ചയായിരിക്കുന്ന കാലത്തോളം, മാലം യൈബസ, അത് രണ്ടും ഉണങ്ങാത്ത കാലത്തോളം അത് തസ്ബീഹ് ചെല്ലുന്നുണ്ട്. ആ തസ്ബീഹിന്റെ ബറക്കത്ത് കൊണ്ട് ഖബറാളിക്ക് ശിക്ഷ ലഘൂകരിക്കപ്പെടും. ലഅല്ലഹു യുഖഫഫു അൻഹുമാ മാലം യൈബസ. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ബുഖാരിയുടെ വ്യാഖ്യാതാവ് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി, മഹാനായ ഇമാം മുസ്ലിമിന്റെ സഹീഹ് മുസ്ലിമിന്റെ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം നവവി തങ്ങൾ ശറഹ് മുസ്ലിമിനും പറയുകയാണ്, ഒരു ഖബറിന്റെ മേലെ വെച്ച ഈത്തപ്പന മടലിന്റെ തസ്ബീഹ് കൊണ്ട് ഖബറാളിക്ക് ശിക്ഷ ലഘൂകരിച്ച് കിട്ടുമെങ്കിൽ ഒരു മുഅ്മിനായ, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ ഖുർആൻ ഓതിയാൽ ഖബറാളിക്ക് ശിക്ഷ ഒഴിവായി കിട്ടുമെന്നത് എന്തായാലും കിട്ടുന്നതല്ലേ?